നമ്മൾക്ക് എന്താ പറയാ, ഒരു വിധത്തിലും ഉം, നമ്മൾ ഒരു കാര്യങ്ങളും ഈ ലോകത്തില് നേടിയിട്ടില്ല. അൺലെസ് ആൻഡ് അണ്ടിൽ യു ട്രൈ ഫോർ ഇറ്റ്. അതല്ലാതെ ഒരു കാര്യം ഈസി ആയിട്ട് ഒഴുകി ഒന്നെങ്കിൽ ശാരീരികമായിട്ടുള്ള എഫേർട്സ് വേണം, അല്ലെങ്കിൽ പ്രാർത്ഥന കൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്യണം. ചിലപ്പം ശാരീരികമായിട്ടുള്ള എഫേർട്സ് കൊണ്ട് മാത്രം കിട്ടുന്നതാവില്ല. നമ്മൾ കുറേ ഹാർഡ് വർക്ക് ചെയ്തു അപ്പം നമുക്ക് ഈ സാധനം കിട്ടി, അല്ല അത് കിട്ടിയെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ, ചില സിറ്റുവേഷനിൽ രണ്ടും ആവശ്യമുണ്ട്. ശാരീരികമായിട്ടുള്ള മെഹനത്ത് ചെയ്യുന്നതൊപ്പം തന്നെ, ഹാർഡ് വർക്ക് ചെയ്യുന്നതൊപ്പം തന്നെ നമ്മൾ പ്രാർത്ഥനയിലും കൂടെ ഉറച്ച് വിശ്വസിക്കണം. അച്ഛനിപ്പോൾ എന്നോട് സംസാരിച്ചപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒന്നും മിണ്ടിയിട്ടില്ല. ഇവിടെയാകുമ്പോൾ ഒന്നും പ്രാർത്ഥനകൾ മാത്രമായിരുന്നു, പിന്നെ ഒന്നും മിണ്ടാനുള്ള സൗകര്യമൊന്നും ഇല്ലായിരുന്നു. കുറേ ഈ ഡെലിവറൻസ് പ്രയർ തന്നെ കുറേ ഉണ്ടായിരുന്നു. 2 ദിവസം പിന്നെ കുർബാനയില്ലായപ്പോൾ അതങ്ങനെ സമയം പോയി. പിന്നെ എൻ്റെ 3 മണിക്കത്തെ പ്രാർത്ഥനയും കാര്യങ്ങളും ഉണ്ട്. അപ്പം അച്ഛൻ എന്നോട് പറയായിരുന്നു, ഞാൻ കേട്ടിരുന്നു അതൊരു വലിയൊരു, എൻ്റെ ജീവിതം അച്ഛന് വലിയൊരു എന്താണ് ഒരു അത്ഭുതമായിട്ട് തോന്നിയില്ല. പാതിരാത്രിക്ക് എഴുന്നേറ്റ്, അന്ന് ഞാൻ പറഞ്ഞില്ലേ പാമ്പ് വന്ന് ഇവിടെ അച്ഛനപ്പുറത്ത് കിടപ്പുണ്ട് എന്നും പറഞ്ഞ് 3 ചീറ്റി. അത് നോക്കുമ്പോൾ 2 ആവാൻ പോകണം, ഒരു 3-4 മിനിറ്റ് ഉണ്ട്. അപ്പം തന്നെ ചാടി എഴുന്നേറ്റ്. 2 പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ് 6:30 ആകും. അങ്ങനെ ആ സമയം നോക്കി അവിടെ നമ്മുടെ കേരളത്തിൽ മിക്ക കുർബാനകളും 6-നും 6:30-ക്കും 5:30-ക്കും തുടങ്ങി. സെൻറ്റ് മൈക്കായലിൻ്റെ ഒരു പള്ളിയുണ്ട്, നിങ്ങൾക്ക് അറിയാമെന്ന് അറിയത്തില്ല, കോട്ടപ്പുറം. ഈയിടെയായിരുന്നു അവിടെ ബിഷപ്പിനെ വാഴിച്ചത്. ഞാനത് ഓൺലൈനിൽ കൂടെ കണ്ടിരുന്നു. കളത്തിപ്പുറം പിതാവാണ് ഉണ്ടായിരുന്നത്. അപ്പം എനിക്കറിയാവുന്ന അലക്സ് വടക്കുംതല, കണ്ണൂരിലെ ബിഷപ്പാണ്, അറിയാവുന്ന ആൾക്കാരൊക്കെയാണ് അതിനകത്തുണ്ടായിരുന്നത്. ഇപ്പം ഇവിടെ ആക്കിയ ആളിനെ എനിക്കറിയില്ല, പക്ഷേ വലിയൊരു മനോഹരമായിട്ടുള്ള പള്ളിയാണ്. അടുത്ത പ്രാവശ്യം നാട്ടിൽ വരുമ്പം പോകണമെന്നുണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞത് ഞാൻ സ്വന്തം തന്നെ കേട്ടതാണല്ലോ. എൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നതും നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്നതും പലരും നിങ്ങളിൽ മനസ്സിലാക്കിയിട്ടുള്ളതും ഏറ്റവും വലിയ പ്രാർത്ഥന ഈ ഭൂമുഖത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നൊവേന ചൊല്ലുന്നതല്ല, സെൻറ്റ് ആൻ്റണീസിൻ്റെ നൊവേനയല്ല, വിശുദ്ധ മിഖായിലിനോടുള്ള പ്രാർത്ഥനയല്ല, പ്രിയ മക്കളെ, അത് വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് ഉള്ള ഒരു പ്രാർത്ഥനയെ ഈ ഭൂമുഖത്തുള്ളൂ. പിന്നെ ഞാൻ എനിക്ക് വേണ്ടി അതിന് അപ്പുറത്തേക്കൊന്ന് അതിന് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇത് കൊടുത്തിരിക്കുന്നത്, സെക്കൻഡോ ഫസ്റ്റോ എന്നുള്ള സമയം സ്പെൻഡ് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നത് സെയിൻറ്റ് അല്ല, നമ്മുടെ അരളിക്കയിലുള്ള അഡറേഷനാണ്. ഞാൻ ചിലപ്പോഴൊക്കെ എനിക്ക് സഭയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒത്തിരി അടികൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടിയിട്ടുള്ളതിൽ പല പ്രാവശ്യം സഭ വിട്ടു പോകണം എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം അതൊക്കെ മേരിച്ചാക്കൊക്കെ ഒക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്. അവരൊക്കെ അത് മുൻവശത്ത് കണ്ടത്. നമ്മളിങ്ങനെ ശുശ്രൂഷയിൽ കത്തി നിൽക്കുന്ന സമയം ഉണ്ടായിരുന്നു. രാത്രി 11 മണി വരെ ആൾക്കാർ കൗൺസിലിങ്ങിനായിട്ട് വരാന്തയിലിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഒരു ചെറുക്കൻ ഹിമാചൽ പ്രദേശിലെ നമ്മുടെ പ്രോട്ടസ്റ്റൻറ്റുകാർ വരുന്നുണ്ടായി. അത് CNA, ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ എന്ന് പറയണത്, CSI ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയാണ്. അപ്പോൾ അത് കേരളത്തിലുണ്ട്. നോർത്ത് ഇന്ത്യ അത് രണ്ടും ഒരു സാധനമാണെന്ന് തോന്നുന്നു, ഇങ്ങനെ വിഭജിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അവർക്ക് വലിയൊരു പള്ളി അവിടെ പാർലമെൻറ്റ് സ്ട്രീറ്റ്, അല്ലെങ്കിൽ നോർത്ത്, നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒക്കെ ഓഫീസിനടുത്തായിട്ടുണ്ട്, ഡൽഹി 1 തന്നെ. ഹല്ലേലൂയ. അപ്പം അവരൊക്കെ വരുന്നുണ്ടായി. ഒരു ആൺകുട്ടി ആത്മഹത്യ ചെയ്തു. 18 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണെന്ന് എനിക്കറിയില്ല, ഒരു കാരണത്താൽ ആത്മഹത്യ ചെയ്തു. പെങ്ങളെ വിളിച്ചുകൊണ്ട് അവൾ 3 ദിവസമായിട്ട് ആഹാരം കഴിച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല. വന്നു കയറിയപ്പം വിയർപ്പും കൊണ്ട് നാറിയിട്ട് എനിക്ക് അസഹ്യമായിട്ടുള്ള വിയർപ്പായിരുന്നു. 3 ദിവസം ഒരാൾ ചൂട് കാലത്ത് കുളിക്കാതിരുന്ന എന്താ അവസ്ഥയെന്ന് ചിന്തിക്കാമല്ലോ. പിന്നെ അത് ആകെക്കൂടെ ടെൻഷനിലുമാണ്. അതിനെയും പിടിച്ചുകൊണ്ടുണ്ട് എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നു. കോളിൻ എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരത്തെ. ഞാൻ കോളിനോട് പറഞ്ഞു, കോളിൻ ഇത് എന്ത് പണിയാണ് കാണിച്ചത്? ഈ കൊച്ചിൻ്റെ ആങ്ങള ആത്മഹത്യ ചെയ്തു, ഇവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല, 3 ദിവസം കഴിച്ചിട്ടില്ല, അവൾ കുളിച്ചിട്ടില്ല, മരപ്പാവ് പോലെ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക കാറിൽ. ഈ ഒരു സമയമായപ്പം ഞാൻ ഭയങ്കരമായിട്ട് അപ്സെറ്റായി. ഞാൻ പറഞ്ഞു, ഈശോയെ ഇതെന്താണ് ഈ കാണുന്നത്? ഈ കുട്ടി ഈ പിന്നെ ആത്മഹത്യ ചെയ്ത ഒരാളിൻ്റെ പെങ്ങളോട് ഞാൻ എന്ത് പറയാനായിട്ടാണ്? അതിൻ്റെ അതികഠിനമായ വേദനയാണ്. ഞാൻ കരുണ കൊണ്ട് പഠിപ്പിക്കുന്ന ആളാണ്, ദൈവ കരുണയെക്കുറിച്ച് സംസാരിക്കുന്ന ആളാണ്. അല്ലാണ്ട് ആത്മഹത്യ ചെയ്ത ഒരാളിൻ്റെ പെങ്ങളോട് പറയാനായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഒന്നാമത് എനിക്ക് മരണത്തിൻ്റെ വേദന
ഞാൻ അറിഞ്ഞിട്ടില്ല. എൻ്റെ വേണ്ടപ്പെട്ട ആരും എനിക്ക് കാര്യം പറഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്നവരാരും ഇല്ല. അത് തന്നെ കാര്യം. അങ്ങനെ തന്നെ പറയട്ടെ. ഇപ്പോൾ അമ്മയുണ്ട്, ഇരിക്കുന്നുണ്ട്. അമ്മയ്ക്കിപ്പം പറഞ്ഞല്ലോ, കഴിഞ്ഞ ഈ ഒക്ടോബർ 3-ാം തീയതി അമ്മ 86 വയസ്സ് പൂർത്തിയാക്കി 87 വയസ്സിലോട്ട് കടക്കുകയാണ്. അമ്മയും ഞാനും ഉള്ള ബന്ധം നിങ്ങൾക്ക് പലർക്കും എൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. പിന്നെ എപ്പോഴും അമ്മയ്ക്ക് കംപ്ലൈൻറ്റ് പറയാനേ ഉള്ളൂ. നമ്മൾ ചെയ്തതൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. എപ്പോഴും നാട് മുഴുവൻ ആൾക്കാർ റോഡ് സൈഡിലാണ് വീട്. അതുകൊണ്ട് അതിലെ പോണവരും വരുന്നവരും ഒക്കെ വെള്ളം കുടിക്കാൻ വേണം എന്നൊക്കെ പറഞ്ഞൊക്കെ കയറി വരാറുണ്ട്. മുറ്റം കഴിഞ്ഞ് 2 സ്റ്റെപ്പ് കഴിഞ്ഞ് വീടിനകത്തോട്ട് കയറാം. അപ്പോഴൊക്കെ അമ്മ അവരുമായിട്ട് നമ്മുടെ കുറ്റം ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പം അതൊക്കെ ഇളയമ്മ എന്നെ വിളിച്ച് പറയാറുണ്ട്. അതുകൊണ്ട് എനിക്ക് അമ്മ മരിച്ചാൽ ഞാൻ കരയുകയല്ലോ എന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം ഒരിറ്റ് സ്നേഹത്തിന് വേണ്ടി ഞാൻ ദാഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അമ്മയുടേതായിട്ടുള്ളത്. അപ്പം അങ്ങനെ എന്നെ ആരും സ്നേഹിച്ചില്ല. അതുകൊണ്ട് അതിൻ്റെ വേദന അറിയത്തില്ല. അപ്പം ഇവരെ പറഞ്ഞ് എന്ത് മനസ്സിലാക്കാനാന്നും കണ്ട് ഞാനിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുണ്ട് കർത്താവ് എന്നോട്. അപ്പം എൻ്റെ മനസ്സിൽ പോകുന്ന ചിന്തയാണ്, ഇത് എന്തെങ്കിലും ദൈവം ഇവർക്ക് വേണ്ടി ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കുമല്ലോ എന്നെ എൻ്റെ അടുത്തേക്ക് ഇവരെ പറഞ്ഞു വിട്ടത്. പക്ഷേ പറയാൻ എനിക്ക് അറിയണ്ടേ. കാരണം ഞാൻ പറയാറുണ്ട്, വിശപ്പ് അനുഭവിച്ച ഒരാളോട് പറയുകയാണ് ഞായറാഴ്ച എല്ലാ ദിവസവും സ്പെഷ്യൽ ഉണ്ടാക്കി. നമ്മളങ്ങനെയാണ് അല്ലേ? എത്ര ഇല്ലാത്തവരാന്ന് പറഞ്ഞാലും അമ്മ എന്ത് ചെയ്യും, കോഴിയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഏറ്റവും ചെറിയ പാവപ്പെട്ടവരാണേലും ഞായറാഴ്ച കുർബാനയും വന്നേച്ച് ഒരാഴ്ചത്തെ കോഴിമുട്ട എടുത്ത്, ഇപ്പം 4-5-6 ആൾക്കാരുള്ള കുടുംബം, അമ്മയപ്പനും 4 മക്കളും ഉണ്ടെന്നും കൂട്ടിക്കോ, കോഴിമുട്ട എവിടെയെങ്കിലും പാത്ത് വെച്ചേച്ച് പുഴുങ്ങി അന്നത്തെ ദിവസം ഒരു മുട്ട സ്പെഷ്യൽ. എല്ലാ ദിവസവും കിട്ടുന്ന ഒരു ഐറ്റം അല്ല ഈ മുട്ട കിട്ടും. ഞാനും കോഴീനെ വളർത്തിയിരുന്ന് മുട്ട കിട്ടുമ്പോൾ അതെടുത്ത് വിറ്റ് കാശാക്കും ഞാൻ. അല്ലാണ്ട് ഒരു മുട്ട പോലും പുഴുങ്ങി തിന്നാൻ ഞാൻ ശ്രമിക്കാറില്ല. അന്ന് മുട്ടയ്ക്ക് 37 പൈസയാണ് ഒരെണ്ണത്തിന്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചോ, 10 മുട്ട കിട്ടാൻ എത്ര രൂപ കിട്ടുന്നത്? കോഴിക്കാരതിലേ വരും. കോഴിമുട്ട പിന്നെ ഇതിൻ്റെ പുറത്താലേ വെച്ചോണ്ട് നമ്മൾ പെറുക്കി വെച്ചോണ്ടാൽ മതി, അവർ കൊണ്ടുപോകും. പുറത്ത് 1 രൂപ കിട്ടുന്നത് ഇയാൾ ഇത്രയും പൈസ തരത്തുള്ളൂ. പക്ഷേ നമ്മൾ പുറത്ത് കൊണ്ട് വിൽക്കാൻ മെനക്കെടത്തില്ലല്ലോ. അയാളുടെ കയ്യിൽ കൊടുക്കും. അയാളുടെ ഒരു ജീവിത മാർഗ്ഗം അതങ്ങനെ. പ്രൈസ് ദി ലോർഡ്. അപ്പം പിന്നെ ഞാൻ പറയാറുണ്ട്, ഒരു വലിയൊരു പണക്കാരുടെ വീട്ടിലോട്ട് ചെന്നിട്ട് ഒരാൾ പറയുക, ഞായറാഴ്ച ഒരു പാവപ്പെട്ടവൻ പറയുകയാണ്, എനിക്ക് വിശക്കുന്ന ആഹാരം തരാൻ പറഞ്ഞാൽ, അപ്പോൾ പണക്കാരൻ്റെ ചിന്ത എന്തായിരിക്കും? ഞാനൊരു ഉദാഹരണം നിങ്ങളെ അറിയിക്കുന്നതേ ഉള്ളൂ. പണക്കാരൻ്റെ ചിന്ത, ഇന്ന് ഞായറാഴ്ച ആർക്കെങ്കിലും വിശക്കാൻ പാടുണ്ടോ? ഞായറാഴ്ച എങ്ങനെയാണ് വിശക്കുന്ന മനുഷ്യർക്ക്? സ്പെഷ്യലുള്ള ദിവസമല്ലേ? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞായറാഴ്ച വിശക്കത്തില്ല ആർക്കും. അതാണ്. പക്ഷേ വിശപ്പ് അറിഞ്ഞ ഒരു വ്യക്തിക്കാണ് വേറൊരാളുടെ വിശപ്പ് അറിയാൻ പറ്റത്തുള്ളൂ. ഒരാൾ വന്നിട്ട് പറയാം എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ ആ വിശപ്പ് ശരിയായിട്ടും നിങ്ങൾ ആരെങ്കിലും അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായി. എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ അയാളുടെ അകത്തെ ആളല്, ആഹാരം കഴിക്കാനായിട്ടുള്ള ആഗ്രഹം, ഇതൊക്കെ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം നമുക്ക് കൊടുക്കാൻ സ്ഥിതി ഉള്ളത് കൊണ്ട് നമ്മൾ വിചാരിക്കും ഒരു നേരത്തെ ആഹാരം കൊടുക്കാമെന്ന്. നിങ്ങളിൽ പലരും വല്ലവർക്കും വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ വേദന അറിഞ്ഞിട്ടും വിഷമം അറിഞ്ഞിട്ടും ഉള്ളത് കൊണ്ട് മാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇപ്പം അനാഥാലയങ്ങൾക്ക് പൈസ കൊടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും വിഷമിച്ചിരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കാര്യത്തിന് പൈസ സഹായിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില വിഷമങ്ങളിൽ കൂടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ എന്നെ ദുഃഖിപ്പിക്കുന്ന ആരും തന്നെ, ഈ ചേച്ചിയുടെ അമ്മ മരിച്ചപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കരഞ്ഞിട്ടുള്ളത്. എനിക്കങ്ങനെ മരണം എന്താണെന്നൊന്നും അറിയത്തില്ല. ആ ചേച്ചിയുടെ അമ്മ മരിച്ച അന്നേരമൊന്നും ഞാൻ കരഞ്ഞില്ല. ശവം അടക്കാനായിട്ടൊക്കെ ഞാനിങ്ങനെ അവിടെ വീട്ടിൽ പോയി അമ്മച്ചി കിടക്കുന്ന കണ്ടു. അവർക്ക് 4 പെൺമക്കളാണ്. ഞാൻ പിന്നെ അടുത്ത മകളാണ് 4ാമത്തെ. അല്ലെങ്കിൽ അവരുടെ 3ാമത്തെ മോളും ഞാനും തമ്മിൽ 2 വയസ്സിലെ വ്യത്യാസം. ഞാൻ താഴെ, അവർ മേളിൽ. ഹല്ലേലൂയ. അപ്പോൾ ആ അമ്മച്ചി മരിച്ചിട്ടാണ് ആദ്യമായിട്ട് ഞാൻ കരഞ്ഞിരിക്കുന്നത്. അല്ലാതെ എനിക്കിത് എന്താ സംഭവം എന്ന്, എനിക്കിത് എന്തിനാണ് മനുഷ്യന്മാർ ഭർത്താവ് മരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുക ഇനി അവർക്ക് അത് അടുത്തില്ലാഞ്ഞിട്ടുള്ള വിഷമമായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെ പേഴ്സണലായിട്ടുള്ള കാര്യത്തിനായിരിക്കും. എനിക്ക് അതിനെക്കുറിച്ച് ഒരു ദുഃഖമില്ല. അപ്പോൾ ഇവരിങ്ങനെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നും പറഞ്ഞ് അറിയാതെ വിഷമിച്ചിരുന്നു. അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ സംസാരിച്ചു തുടങ്ങി. എന്തൊക്കെയോ എൻ്റെ വായ ഞാൻ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്തു. നിങ്ങൾ പറ, 3 ദിവസം മുന്നേ ആത്മഹത്യ ചെയ്ത ഒരു ആൺകുട്ടിയുടെ 18 വയസ്സുള്ള ഒരു കൊച്ചിൻ്റെ 19 വയസ്സുള്ള ആ ചേച്ചിയാണ് വന്നിരിക്കുന്നത്.
അവളെന്നിട്ട് ഈ ഉത്തരവാദിത്തം മുഴുവനും അങ്ങ് ഏറ്റെടുക്കുകയാണ്. ഞാൻ കാരണമാണ്, ഞാനവിടെ ഇല്ലായിരുന്നു, അവന് ഈ അവസ്ഥ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ എന്താണെന്ന് എനിക്കറിയത്തില്ല. അത് ഉണ്ടാ എന്നാ ഞാൻ സഹായിച്ചിരുന്നെങ്കിൽ, ഞാൻ കേൾക്കാൻ തുനിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെയെങ്കിൽ എനിക്ക് സഹായിക്കായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ ആങ്ങള മരിക്കത്തില്ല. ഇങ്ങനെ പറഞ്ഞ് ഇവൾ എൻ്റെ മുറിയിലിരുന്ന് ഭയങ്കരമായിട്ട് അലമുറയിട്ട് കരയുകയാണ്. എന്താണേലും കൊള്ളാം പ്രിയ മക്കളെ, ഞാന് എന്തോ ഒന്ന് പറഞ്ഞു. കുറേ നേരം സംസാരിച്ചു. അപ്പോൾ കോളിന് ഇവൾക്ക് എല്ലാം പിന്നെ ഹിന്ദിയിൽ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അവള് ഞാൻ പറഞ്ഞല്ലോ ഹിമാചലിൽ നിന്നുള്ള ഒരു വ്യക്തിയായിരുന്നു പെങ്കൊച്ച്. അപ്പം എല്ലാം കഴിഞ്ഞ് പരിശുദ്ധാത്മാവായതൊക്കെ അവളുടെ ഹൃദയത്തിൽ സ്പർശിച്ചു. മനസ്സിലെ ചിന്തയെ മാറ്റി. അവൾക്ക് ഇപ്പോൾ ആത്മഹത്യ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ചെക്കൻ പോയിടത്തോട്ട് തന്നെ, ആങ്ങളെ പോയിടത്തോട്ട് തന്നെ പോകണമെന്നും പറഞ്ഞുകൊണ്ട്. ഏതായാലും 11 മണി അങ്ങനെ കത്തി നിന്ന ഒരു സമയത്താണ് പ്രിയ മക്കളെ ഞാൻ പിന്നെ അറിയാത്ത രീതിയിൽ പിശാച് എൻ്റെ ജീവിതത്തിലെ ശുശ്രൂഷ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഏതായാലും ഇതിൻ്റെ പറഞ്ഞു തീർക്കട്ടെ. ആ കുട്ടി സമാധാനപരമായിട്ട് കരച്ചിൽ നിർത്തി ഇറങ്ങിപ്പോയി. ഞാൻ അന്നേരം അവളെ കെട്ടിപ്പിടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം വിയർപ്പിൻ്റെ മണം ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. ഞാൻ ഒന്നാമതെ കുളിക്കുന്നതിന് മുന്നേ കുളിക്കാൻ എല്ലാം കുളിച്ച് ജപിച്ച് തയ്യാറായിട്ട് കിടക്കാൻ പോകുമ്പോഴാണ് ഇവർ വരുന്നത്. ഞാൻ കെട്ടിപ്പിടിച്ചു. അപ്പോൾ അവൾ എന്നെ കുറേ നേരം മുറുക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു. ഈ കെട്ടിപ്പിടുത്തം ഉള്ളതാണെന്നുള്ളത് നിങ്ങൾ പഞ്ചാബിൽ പോയിട്ട് കഴിഞ്ഞ വർഷത്തെ ശുശ്രൂഷയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടായിരുന്നല്ലോ. ആ ഒരു ദൈവികത്വം, അതായത് ആ ഒരു എന്താണ് സ്നേഹം നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് പകരുന്ന ഒരിതാണ്. ഞാൻ ആണുങ്ങളെ അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടില്ല. ആണുങ്ങളൊക്കെ ആണെങ്കിൽ അടുത്തിരുന്ന് കൗൺസിലിങ് ചെയ്യുമ്പോൾ ഞാൻ വെറുതെ അവരാരെങ്കിലുമായിട്ടൊക്കെ ആരില്ല വരുന്നത്. അല്ലാണ്ട് ഒരാണ് തന്നെയായിട്ട് എൻ്റെ ഇരിക്കാൻ അങ്ങനെ അധികം പേര് വന്നിട്ടില്ല. ഞാൻ മുട്ടിലോട്ട് കൈവച്ചിട്ട് ചുമ്മാ ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് ഞാൻ പറയാം സാരമില്ല, എല്ലാം ശരിയാവില്ല, ഓരത്തിൽ കൈവച്ചിട്ട് ഞാൻ അങ്ങനെ പറയാറുണ്ട് ഇരിക്കുമ്പോൾ. ഹല്ലേലൂയ. അവളെ ഞാൻ ചേർത്ത് പിടിച്ചു. അവൾ ആ സമാധാനത്തിൽ ഇറങ്ങിപ്പോയി. ഈ സമയത്താണ് ചെകുത്താൻ കയറിയത്. ഒരു സഭ മുഴുവനും എനിക്ക് എതിരായിട്ട്. അവിടെ ഒരു നമ്മുടെ സുസായി സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരു ദേഹമായിരുന്നു. എന്നെ ഈ കരുണക്കൊന്തയെല്ലാം അവിടെ പ്രചരിപ്പിക്കാനായിട്ട് എന്നോട് അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത് തന്നെ. അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ സപ്പോർട്ട് തരാമെന്നും പറഞ്ഞ് ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ അവിടെ തുടങ്ങി. കരുണയുടെ പടം അവിടെ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്തു. തിരുശേഷിപ്പ് സെയിൻറ്റ് ഫൗസ്റ്റീനയുടെ ഇന്ത്യയിലെ ആദ്യത്തെ തിരുശേഷിപ്പ് കൊണ്ടുവന്ന് അച്ഛനോട് ഞാൻ പോളിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ തന്നെ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ്റെ കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു വേണ്ട ജോസ്ഫിനെ വെച്ചോ, നമുക്ക് അതിനായിട്ട് അത് നമുക്ക് വേറെ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ എന്നും പറഞ്ഞ് ആദ്യമായിട്ടാണ് മരിച്ച ഒരാളിൻ്റെ എന്തെങ്കിലും വസ്തുവകകൾ എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം എല്ലിൻ്റെ ഒരു ഫസ്റ്റ് ക്ലാസ് റെല്ലിക്കാണ് നമ്മളവിടെ തന്നു വിട്ടത്. അതിന് നമ്മൾ പേയ്മെൻറ്റ് നടത്താനുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്തു. അന്ന് എനിക്ക് വേണ്ടിയിട്ട് $70 ആ റെലിക്കിന് നമ്മൾ കൊടുക്കേണ്ടി വന്നത്. എന്നിട്ട് കൊടുത്തു. അത് വേറെ ആളാണ് കൊടുത്തത് എനിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് അത് കൊടുത്തു, നമുക്കത് അവൈലബിൾ ആക്കി. എന്നിട്ട് ഞാൻ അലമാരിക്കകത്ത് കൊണ്ടുവന്ന് ഭദ്രമായിട്ട് അതവിടെ വെച്ചു. വെച്ചിട്ട് 3 മണിക്ക് കുർബാന ചെല്ലുമ്പോൾ എടുത്ത് മേശപ്പുറത്തോട്ട് വെക്കും, പ്രാർത്ഥിക്കും, വീണ്ടും അതിനകത്ത് എടുത്ത് വെക്കും. അപ്പോൾ എനിക്കൊരു എന്താ പറയുന്നത്, ഒരു മക്കബറായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാൾ മരിച്ചു പോയതും വേണ്ട, അത് അവരുടെ ബാക്കിയുള്ള അവശിഷ്ടങ്ങളെല്ലാം പൊടി പൊടിയാക്കി വിൽപ്പന നടത്തുന്നു. അങ്ങനെയൊക്കെ എനിക്ക് വലിയതായിട്ടുള്ള ഒരു ചിന്തയൊക്കെ ആയിരുന്നു ആ സമയത്തുണ്ടായത്. പിന്നെ എനിക്കൊരു ഭയമുണ്ട്, കാരണം മരിച്ച ഒരാളിൻ്റെ ഒരു അസ്ഥിയുടെ ഒരു കഷ്ണം എൻ്റെ അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അതും എനിക്ക് അത്ര വലിയ കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. ഏതായാലും ഞാൻ തന്നെ അച്ഛനോട് ഞാൻ പറഞ്ഞു PU വരച്ചുണ്ടാക്കാമെന്ന് പറഞ്ഞ് ഞാൻ തന്നെ അച്ഛനോട് പറഞ്ഞിട്ട് അതിൻ്റെ പേയ്മെൻ്റ് എല്ലാം നടത്തി. മേരിച്ചാക്കോയ്ക്ക് ഇതെല്ലാം അറിയാവുന്നത് തന്നെയാണ്. പേയ്മെൻ്റ് എല്ലാം നടത്തി ആശാരിനെ വിളിച്ചുകൊണ്ട് വന്ന് ഞാൻ ഡ്രോ ചെയ്തു ഒരു ഫർണിച്ചർ, അതായത് PU. കാരണം സാധാരണ PUവിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ PUമേ ചെന്ന് മുട്ട് കുത്തി നിൽക്കുമ്പം PUവിൻ്റെ ചെയ്യുന്ന നീലർ എന്ന് പറയുന്ന ആ ഭാഗവും പിന്നെ നമ്മൾ കൈ വയ്ക്കുന്ന ആ സ്ഥലവും തമ്മിൽ ഡിസ്റ്റൻസ് ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, വണ്ണമൊക്കെ ഉള്ള ആൾക്കാണെങ്കിൽ വയറ് അവിടെ തിങ്ങി നിൽക്കത്തേ ഉള്ളൂ. നമുക്ക് ചേർന്ന് നിന്ന് നമ്മളിങ്ങനെ പുറകോട്ട് മലർന്ന് നിന്ന് വേണം പ്രാർത്ഥിക്കാൻ. അതിന് ഞാനൊരു പരിപാടി കണ്ടുപിടിച്ചു. ഞാനിത് ഡിസൈൻ ചെയ്തപ്പം കുറച്ച് തടി കൂടുതൽ ഉപയോഗിച്ച് ഈ നീലർ ഈ ഒറിജിനൽ നമ്മൾ കൈ കുത്തുന്നതിൻ്റെ അവിടുന്ന് കുറച്ച് ബാക്കിലേക്കായിട്ടാണ് കുറച്ച് നല്ല ഇതിട്ട് അതിനകത്ത് നമ്മൾ റെക്സിനും കൊണ്ട് കുഷൻ പോലെ വെപ്പിച്ചു. എന്നിട്ടാണ് സെയിൻറ്റ് മേരിൽ നമ്മൾ സെയിൻറ്റ് ഫൗസ്റ്റീനയുടെ അവിടുത്തെ ആ തിരുശേഷിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ചാപ്പലിനകത്ത് മാടൻ ചാപ്പലിൽ കുർബാന നടക്കുമ്പോൾ ആലയൊക്കെ അത് സകലതും വീക്ഷിച്ച് എന്നോട് അത് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ തന്നെ ഒരു വീഡിയോ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അവിടെ ചെയ്ത അതേ അത് ഇപ്പം മാറ്റി കേട്ടോ. അന്നുണ്ടായിരുന്ന അതൊരു ഓവൽ ഷേപ്പിൽ ഇങ്ങനെ ബ്രാസും കൊണ്ടുണ്ടാക്കി. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി, ഈ കർണക്കൊന്ത അറിയാത്ത ആൾക്കാർ വരുമല്ലോ, അതുകൊണ്ട് ഞാൻ 2 സൈഡിലും 4 ബ്രാക്കറ്റ് ഉണ്ടാക്കി. ഈ ഈ ഇതേ മെറ്റൽ കൊണ്ട് 4 തടീൻ്റെ പുറത്ത് 4 ബ്രാക്കറ്റ് ഉണ്ടാക്കി. അപ്പം നമുക്കൊരു ഹോള് പോലെ ഒരു ആണി അടിച്ച് 3 കുഞ്ഞി ആണി അടിച്ച് അതിനകത്ത് വെച്ചിരിക്കുന്ന ഇച്ചിരി പൊങ്ങി നിൽക്കും ഒരു ഭാഗം, നടുഭാഗം. അപ്പം അതിനകത്തോട്ട് നമ്മൾ പ്രയർ ഒരെണ്ണം ഹിന്ദിയിലും ഒരെണ്ണം ഇംഗ്ലീഷിലും എഴുതി വെച്ചു, കർണക്കൊന്ത. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നടുക്ക് തന്നെ ഒരു സ്ലിറ്റ് ഇട്ടിട്ട് ഒരു സ്ലോട്ട് ഉണ്ടാക്കി. അതിനകത്ത് പേയ്മെൻറ്റ് ആർക്കെങ്കിലും എന്തെങ്കിലും ഓഫറിങ് നടത്താനുണ്ടെങ്കിൽ അത് നടത്താനുള്ളത് നമ്മളിട്ടു. അത് സിസ്റ്റർ ഫൗസ്റ്റിനുള്ളത് ഈ ഓവൽ ഷേപ്പിനകത്ത് ഒരു നല്ല ഒരു സെർവിയറ്റ്, ഇയാൾത്തറ ലഭിക്കുന്ന വെള്ള കളറിലെ തുണിയുണ്ടല്ലോ, അതെടുത്ത് അതിൻ്റെ നടുക്ക് ഇത് വെച്ചു. എന്നിട്ട് അവിടെ ഒരു ദിവസം ഈശോ എന്നോട് പറഞ്ഞു, അവിടെ ഒരു ലോഗ് ബുക്ക് കൊണ്ടുവന്നാക്കി. ഇതിൻ്റെയൊക്കെ ഐഡിയ പിന്നിലുള്ളത് എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ പറയുന്നത്, ഞാൻ ഈശോയുടെ സ്വരം കേട്ടാൽ ഞാൻ എൻ്റെ ചിന്തയ്ക്കോ അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എതിരായിട്ടാണെന്ന് പോലും ഞാനത് അനുസരിച്ചിരിക്കും. അതെനിക്ക് ഈ ഒരു ശുശ്രൂഷ ജീവിതത്തിൽ വന്നേ പിന്നെ കിട്ടിയൊരിതാണ്. ഈശോ എന്നോട് പറയാ, നീ അതെ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ടുണ്ട്. അതെൻ്റെ ജീവനെ രക്ഷിച്ച സമയങ്ങൾ അതിനെക്കുറിച്ചും വീഡിയോ ഇട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ മാതിരി നിൽക്കുന്ന സമയത്താണ് ഈ അച്ഛൻ തന്നെ നമുക്കെതിരായിട്ട് തിരിഞ്ഞു. പക്ഷെ തിരിയുന്നതിന് മുൻപ് തന്നെ അതൊന്നുമില്ല, കരുണയുടെ 1-ാം വെള്ളിയാഴ്ച നമുക്ക് ആ പള്ളി സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ ലോകാന്ത്യം വരെയും അതാ ക്രിസ്തീയ സഭ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ നിൽക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം. ആർക്കും ഒന്നും കത്തോലിക്ക സഭനെ ചെയ്യാൻ പറ്റത്തില്ല. ഏത് പിശാച് ഇളകി കളിച്ചാലും സഭ നിലനിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം പിന്നെ 3 തൊട്ട് 4 മണി വരെയുള്ള 1-ാം വെള്ളിയാഴ്ചത്തെ ദിവസം കത്തീഡ്രൽ ചർച്ച്, സേക്രഡ് ഹാർട്ട് കത്തീഡ്രൽ ചർച്ച്, നോർത്തിലെ മദർ ചർച്ചാണത്. അതിൻ്റെ കീഴിൽ 100 ശിഷ്ടം പാരിഷുകളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതിവിടെ ഞാൻ ആർച്ച് ബിഷപ്പിൻ്റെ ഒരു പെർമിഷനോടുകൂടെ അച്ഛനോട് പറഞ്ഞ് നമ്മളവിടെ ഈ ഒരു മാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1-ാം വെള്ളിയാഴ്ച, എല്ലാ 1-ാം വെള്ളിയാഴ്ചയും 3 തൊട്ട് 4 വരെയുള്ള സമയം ആദ്യം കരുണക്കൊന്ത ചെല്ലുക, അത് കഴിഞ്ഞിട്ട് കുർബാന ചൊല്ലി അവസാനിപ്പിക്കുക. ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പം കുർബാന കഴിഞ്ഞ് കമ്മ്യൂണിയൻ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഹീലിംഗ് സർവീസ് മെസ്സേജുകൾ ചെയ്യുന്നുണ്ടായി. ഞാനിപ്പോൾ പോന്നു കഴിഞ്ഞാൽ ആ കാര്യം നടക്കുന്നില്ല, പക്ഷേ ഈ ഒരു കാര്യം പിന്നെയും നടക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി വന്നപ്പോൾ ഞാൻ എല്ലാവരോടും പറയും, പലരും പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം എന്തിനു വേണ്ടി വെള്ളത്തുള്ളി മേത്ത് വന്ന് വീഴുന്നത് വരെയും ആ പള്ളിക്കകത്ത് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കൈ ഉയർത്തി, എനിക്ക് കിട്ടുന്ന മെസ്സേജ് ഇങ്ങനെ പരിശുദ്ധാത്മാവ് സ്പർശിച്ചായിട്ട് ഇപ്പം നിങ്ങളോട് പറയുന്നത്, നമുക്ക് കറണ്ട് വരുന്ന കണക്ക് തോന്നുന്ന ആരാണ്, പരിശുദ്ധാത്മാവ് സ്പർശിച്ച ആരാണ്, വെള്ളം വീണിട്ടുള്ള വെള്ളത്തുള്ളികൾ മേത്ത് ആനവെള്ളം തളിക്കുന്ന കണക്ക്. നമ്മൾ സാധാരണ മാസുകൾക്കെല്ലാം സെലിബ്രേറ്റഡ് മാസുകൾക്കെല്ലാം നമ്മൾ സങ് മാസ്, കൺസെലിബ്രേറ്റഡ് സോളം മാസിനെല്ലാം മുൻപ് നമ്മൾ ജനങ്ങളെ ആനവെള്ളം കൊണ്ട് ശുദ്ധീകരിക്കാറുണ്ട്, തളിക്കാറുണ്ട്. അങ്ങനെ വെള്ളം വീഴുന്ന ആൾക്കാരില്ല. അപ്പം എല്ലാവരും അത് കഴിഞ്ഞ് വന്നിട്ട് ആൾക്കാരെല്ലാം എൻ്റെ മനുഷ്യത്തെ ലൈനായിട്ട് നിൽക്കും, തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കാൻ. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊട്ട തലയാണ്, അതുകൊണ്ടൊന്ന് ഇനി എൻ്റെ കൈ വെച്ചിട്ട് നിങ്ങൾ അശുദ്ധമാക്കരുത്. നിങ്ങളെ സമാധാനത്തിൽ വീട്ടിൽ പോകാൻ പറഞ്ഞാൽ അവർ പോകത്തില്ല, അവിടെ നിൽക്കും. അപ്പോൾ ഒരു ദിവസം അങ്ങനെ നിന്ന് എൻ്റെ മുൻപിൽ വന്ന ആൾക്കാരിങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ കത്തീഡ്രൽ പള്ളിയുടെ നേരെ റൈറ്റ് സൈഡിലാണ് മരിയ ഭവൻ എന്നും പറഞ്ഞ അച്ഛന്മാരുടെ മേടയുള്ളത്. അവിടെ നിന്ന് അച്ഛൻ 4 മണിക്ക് 3 തൊട്ട് 4 മണിയാണ് പ്രോഗ്രാം. അച്ഛൻ ഉറങ്ങാൻ പോകും. ഉറങ്ങിക്കഴിഞ്ഞ് സെബാസ്റ്റ്യൻ അച്ഛൻ, സുസായി സെബാസ്റ്റ്യൻ എന്നാണ് പേര്. അപ്പം അച്ഛൻ കിളിവാതിൽ ജനാല് തുറന്ന് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് അച്ഛൻ്റെ ബെഡ്റൂമിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ ആൾക്കാർ വിടുന്നു. ആ നിമിഷം, പ്രിയ മക്കളെ, ആ നിമിഷം ചെവുത്താൻ പിടികൂടി. നിങ്ങളുടെ അടുത്ത് ചെവുത്താൻ എപ്പോഴാണ് വരുന്നതെന്ന് ഒന്നും പറയാനൊക്കത്തില്ല. അരൂപയിൽ നിറഞ്ഞു നിന്നില്ലെങ്കിൽ കയറി വരും കേട്ടോ. എന്നിട്ട് പിടികൂടി. അപ്പം അങ്ങനെ എന്നോട് അച്ഛനൊന്നും പറയുന്നില്ല. അങ്ങനെയൊക്കെ പോയി. പിറ്റേ മാസം 1-ാം വെള്ളി ആയപ്പോഴത്തേക്ക് അച്ഛൻ, ഞാൻ എൻ്റെ ഈ ഇവിടെ വേറൊരാളുണ്ട്, അവരുടെ ഭാര്യ അവിടെ RML, അതായത് റാം മനോഹർ ലോഹിയ ഹോസ്പിറ്റൽ, സെൻട്രൽ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, അവിടെ നേഴ്സാണ്. അപ്പം ഞാൻ അവരുടെ ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ആൾ മേരിച്ചാക്കോൻ്റെ വീട്ടിൽ, എൻ്റെ വീട്ടിൽ ഞാൻ എന്നും വിളിക്കത്തില്ല, അവധിയുള്ളപ്പോൾ മാത്രം. മേരിച്ചാക്കോൻ്റെ വീട്ടിൽ ഡെയിലി ജോലി ചെയ്യുന്നതും കുക്ക് ചെയ്യുന്നതായിട്ടുള്ള
ചപ്പാത്തി മാത്രം പരത്തി കൊടുക്കുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു. അത് മേരി ബാൽമൻ എന്നാണ്. അപ്പം മേരി ബാൽമൻ പിന്നെ അവരാണ് ഞാനെല്ലാം ഇൻസ്ട്രക്ഷൻ കൊടുക്കും. അന്ന് ഞാൻ എന്തുകൊണ്ടാണെന്നറിയത്തില്ല, ഞാൻ വണ്ടി വിളിച്ച് മോളെ തന്നെത്താനെ സ്കൂളിൽ പറഞ്ഞു വിട്ടു. ഓരോ ഓട്ടോക്കാരൻ്റെ കൂടെ, നമ്മുടെ തൊട്ടയൽവക്കത്താണ്, പറഞ്ഞു വിട്ടു. അവനെ സ്കൂളിനകത്ത് കയറ്റിയിട്ട് നീ വണ്ടി പുറത്താക്കിയിട്ട് നീ വരാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വിട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന പോലെ തോന്നുന്നു. അപ്പം ഞാൻ ഇച്ചിരി ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച് ഒന്ന് മയങ്ങി കിടന്നപ്പോഴത്തേക്കൊണ്ട് ഒരു ദർശനം ഞാൻ കണ്ടു. മയക്കത്തിനും ഉറക്കത്തിനും ഇടയ്ക്കൊരു സംഭവം ഉണ്ടല്ലോ. അപ്പം ആ ഒരു പീരീഡ് ഒരു ദർശനം കണ്ട, അതായത് ഈ അച്ഛൻ ഫാദർ സുസൈ വന്നിട്ട് ഞാൻ ചെയ്യുന്ന പ്രോഗ്രാം അലങ്കോലപ്പെടുത്തുന്നു, എന്തോക്കെ ഒച്ചയും ബഹളവും അതിനകത്ത് നടക്കുന്നു എന്നുള്ളത് എനിക്ക് ദർശനത്തിൽ കൂടെ കർത്താവ് പറഞ്ഞു. ആ നിമിഷം തന്നെ ഞാൻ ഇവളെ വിളിച്ചു, ആനി എന്നും പറഞ്ഞ ആളുടെ പേര്. അപ്പം ഞാൻ പറഞ്ഞു, ഭർത്താവ് അവിടെ ഇല്ല, അവരുടെ ഭർത്താവാണ്. ആനി ജോലിയാണ്, അപ്പം 2 കുട്ടികളും ഉണ്ട്, അവളെ നോക്കി ജോലിയില്ലാത്തപ്പോൾ വീട്ടിലിരിക്കും. പിന്നെ ഇവർ രണ്ടും കൂടെ 3 പ്രോഗ്രാമത്തിന് വരത്തേ ഉള്ളൂ, തൊട്ടടുത്താണ്, പള്ളിയുടെ തൊട്ടടുത്താണ്. അപ്പോൾ ഞാൻ ആനിയോട് പറഞ്ഞു, ജഗൻ തോമസ് എന്നാണ്, പുനലൂരുകാരനാണ് ഇവരുടെ ഭർത്താവ്. ഞാൻ പറഞ്ഞു, ജഗൻ വരുമ്പം ജഗനോട് പറയണം ഒരു 2:45 ആകുമ്പോഴത്തേക്ക് അവിടെ പോയി പള്ളിയുടെ അവിടെ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കിയിടണം. മേരി ബാൽമനെ വിളിച്ച് പറഞ്ഞ് ചെയറുകളെല്ലാം ശരിയാക്കിയൊക്കെ ഇട്ടാക്കണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതൊരു വലിയൊരു സാക്ഷ്യമായിരുന്നു. അപ്പം പ്രോഗ്രാം അപ്പം അച്ഛൻ്റെ മുൻപിൽ വന്നത് എന്താ, ഞാൻ എന്നും പറയുന്നൊരു ഭാഷ പറയാണ്, തുണിയും മണിയും ഇല്ലാണ്ട് ഒരു മനുഷ്യത്തി ഇതിൽ കൂടെ എല്ലാം നടക്കുന്നു. ഫുൾ എന്താണ് മാഗസീൻ കവറിനകത്ത് നിന്ന് ഇറങ്ങി വന്ന കണക്ക് മേക്കപ്പും ചെയ്ത് ഒരാൾ നടക്കുന്ന. ഞങ്ങളിവിടെ ഈ ലോഹയും കാര്യങ്ങളും ഇട്ടിട്ട് ഒരു മനുഷ്യൻ നമ്മുടെ മുന്നിൽ വന്ന് മുട്ടുകുത്തുന്നില്ല. ഇത് ഇവിടെ മുന്നിൽ നിരന്ന ആളാണ് നിൽക്കുന്നത്. അത് കണ്ട ആ മാത്രയിൽ പിശാച് കൂടി അച്ഛന് ഇതിനെ ഒരു അലങ്കോലപ്പെടുത്താമെന്ന് തീരുമാനിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ അച്ഛനൊരു തമിഴനായതുകൊണ്ട് അവർ തമിഴ് ലോബി, കുറച്ച് അച്ഛന്മാർ വേറെയും ഉണ്ട്, എല്ലാവരും കൂടെ സെറ്റപ്പായെന്നാണ് എൻ്റെ ധാരണ. ഏതായാലും ഞാനും ഈ ജഗനും എൻ്റെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന മേരി ബാൽമനും കൂടെ ചേർന്നിട്ടാണ് ഈ കരുണയുടെ ജപമാല എല്ലാ ദിവസവും സ്കൂളിൽ കുട്ടികളെ കൊണ്ടുവിടാൻ വരുന്ന മാതാപിതാക്കളെ വിളിച്ചു കൂട്ടി ഞാൻ അവിടെ പ്രോഗ്രാം തുടങ്ങിയത്. ആർച്ച് ബിഷപ്പ് അപ്പോൾ അവിടെ ഡൽഹിയിലുണ്ടെങ്കിൽ അദ്ദേഹം കൂടെ നമ്മുടെ കൂട്ടത്തിൽ കൂടും. വിൻസെൻ്റ് കൺസുസാവോ എന്ന് പറയുന്ന മംഗലാപുരംകാരനായിരുന്നു ആ സമയത്ത്. ഈ പ്രാവശ്യം ചെന്നപ്പോൾ 2019 ഞാൻ അവസാനമായിട്ട് ഇന്ത്യയിൽ ചെന്നത്. ന്യൂഡൽഹി ചെന്ന് അന്നേരം അവിടെ ചെന്ന് ബിഷപ്പിനെ കാണാനായിട്ട് ആർച്ച് ബിഷപ്പിനെ കാണാൻ നോക്കിയപ്പം അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ബിഷപ്പ് ഇവിടെ ഇല്ല, റിട്ടയർ ആയി, ഓൾഡ് ഏജ് ഹോമാണ്. അത് ഇവിടുന്ന് ഒത്തിരി എയർപോർട്ടിൻ്റെ അവിടേക്ക് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ പോയാലേ അറിയത്തുള്ളൂ. പിന്നെ ആ സമയം എനിക്ക് അത്രയും സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ ആ കൂടെ 5 ദിവസം കണ്ടേ അവിടെ താമസിച്ചിരുന്നത്. ഹല്ലേലൂയ. അപ്പോഴത്തേക്ക് അന്ന് മുതൽ ഞാൻ അന്നേരം ഈ പ്രശ്നം ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞ ഉടനെ തന്നെ ഈ കോളിനും നറീറ്റ സിംഗ് എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നോർത്ത് ഇന്ത്യൻകാർ ഇവർ എന്നോട് പറഞ്ഞു, ഇങ്ങനെ സംഭവം ഉണ്ടായി, ഞങ്ങൾക്ക് പറ്റത്തില്ല. ഈ നറീറ്റൊക്കെയാണ് എൻ്റെ പ്രോഗ്രാം ഹിന്ദിയിലോട്ട് തർജ്ജമ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം വരുന്ന ആൾക്കാരെല്ലാവരും ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് ബിഷപ്പിനെ കാണാം, അവരുടെ ബിഷപ്പിനെ പോലെ. എന്നോട് ഞാൻ പറഞ്ഞു, വേണ്ട, അച്ഛൻ അങ്ങനെ പറഞ്ഞെങ്കിൽ ഇതിനെ ബിഷപ്പിനെ കാണുന്നത്, അല്ല ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 4 ചോട് നടന്ന ബിഷപ്പ് ഹൗസ്, ആർച്ച് ബിഷപ്പ് ഹൗസാണ്. ഞാൻ അങ്ങോട്ടേക്ക് ചെന്നു. ഇവർ കൊണ്ട് കൂട്ടത്തിൽ റിസപ്ഷനിസ്റ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് പറഞ്ഞപ്പം പിതാവ് പറഞ്ഞു, ശരി, നമുക്ക് അതിനകത്തൊരു മീറ്റിംഗ് നടത്താം എന്നും പറഞ്ഞുകൊണ്ട് സൂസ അച്ഛനുമായിട്ട് തീരുമാനിക്കാമെന്നൊക്കെ പറഞ്ഞു. പ്രിയ മക്കളെ, നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പം അതാദ്യം ഞാനൊരു കാര്യം നിങ്ങളോട്, ഒരു തത്വം, ആത്മീയ തത്വം നിങ്ങളോട് പറയട്ടെ. ഇപ്പോൾ ഓർമ്മയിൽ വന്നുകൊണ്ട് പറയാണ്, നിനക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് ഹയസ്റ്റ് ഹയറാർക്കിയിൽ നിന്നാണെങ്കിൽ അപ്പം തീരുമാനിച്ചാൽ നീ തിരഞ്ഞെടുക്കപ്പെട്ടവളാണെന്ന്. കാരണം ദൈവം നിന്നെ കൊണ്ട് ഏതോ വലിയൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സാധാരണക്കാർ, ഇപ്പം നിങ്ങൾ എന്നെക്കുറിച്ച് 2 ചീത്ത പറഞ്ഞാൽ എനിക്കൊന്നുമില്ല, നിങ്ങളെ ഞാനോട്ട് കാണുന്നുമില്ല, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, നിങ്ങളെന്നെ അറിയുന്നില്ല. ഇങ്ങനെ ജോസ്പിനെ കാണുന്ന ടെലിവിഷനിൽ വരുന്ന ഇതിൽ പ്രോഗ്രാമത്തിൽ വരുന്ന അത്രയേ ഉള്ളൂ. അതേസമയം ഹയർ അതോറിറ്റീസ് എന്ന് വരുന്നെങ്കിൽ നിങ്ങൾ വിചാരിച്ചോണം, ചെകുത്താൻ ഹയർ അതോറിറ്റീസിനെയാണ് ആദ്യം പിടിക്കുന്നത് നിന്നെ തകർത്താനായിട്ട്. നിന്റെ കോളിങ് മനസ്സിലാക്കിയത് അപ്പം ആരാ? ആദ്യം ചെകുത്താനാണ് മനസ്സിലാക്കിയത്. നിങ്ങൾക്ക് മനസ്സിലാവോ? അപ്പം ആ ഒരു കോളിങ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ, ഇപ്പം ഞാൻ അനുഭവിക്കുന്ന പ്രശ്നം, ഇപ്പം ഈ അച്ഛൻ പറഞ്ഞപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത്,
നമ്മളെ മാനസികമായിട്ട് ഇപ്പം ചീവീട് ഇവിടെ നിൽക്കുകയാണല്ലോ, ഇപ്പോഴും അലറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അച്ഛനൊരു മെസ്സേജ് ഇട്ടു, അച്ഛൻ വന്ന് പ്രാർത്ഥിച്ച് എൻ്റെ ഗ്രൂപ്പിലെ എല്ലാവരും തന്നെ ഒരു 2 മണി കഴിഞ്ഞപ്പോൾ ഞാൻ ഇട്ടതാണ്. എല്ലാവരും തന്നെ പറഞ്ഞൊരു കാര്യം, ഒന്നുമില്ലെങ്കിലും സോഫിയൊക്കെ അത് തന്നെ പറഞ്ഞത്, ഒന്നും ഇനിയില്ലെങ്കിലും ചീവീടെങ്കിലും ഒന്ന് അതിൻ്റെ ഒച്ചയെങ്കിലും പോയിരുന്നെങ്കിൽ സിസ്റ്ററിന് സുഖമായിട്ടൊന്ന് ഉറങ്ങാമായിരുന്നല്ലോ. ഞാൻ ഒത്തിരി കിലോ കുറഞ്ഞു കേട്ടോ. എൻ്റെ മോതിരമല്ല, കല്യാണം കഴിച്ചപ്പോൾ ഇട്ട മോതിരമാണ്, അതെല്ലാം ഇപ്പോൾ സോപ്പ് ഇടുകയാണെങ്കിൽ ഊരിപ്പോരും എന്നുള്ള ഒരു രീതിയിലായി. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ലാലി എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത ഇതിനകത്ത് കാണാം, ഒരു തൊട എണ്ണ ഒഴിച്ചാലിങ്ങനെ അവിടെ നിൽക്കും എന്നുള്ള മാതിരി ആയിട്ടുണ്ട്. എല്ലൊക്കെ കുഴിഞ്ഞ് കോളർ ബോണൊക്കെ നല്ലതായിട്ട് കാണാറായി. എല്ലില്ല എന്ന് വിചാരിച്ച ഇപ്പോൾ ഉണ്ടെന്നുള്ള മനസ്സിലായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സാധാരണക്കാർക്കില്ലാത്ത അസാധാരണമായ കാരണത്താൽ നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ? ഉടനെ ചിന്തിച്ചോണം, ദൈവത്തിന് നിന്നെ കൊണ്ട് ഒരു പദ്ധതി ഉണ്ടെന്ന്. എന്നിട്ട് താങ്ക് യു പറയണം. ഇവിടെ എനിക്കൊരു വലിയ ഉപദേശം എല്ലാ ദിവസവും തരാറുണ്ട്. അത് പറയേണ്ടെന്നല്ല, പറയുന്നത് നല്ലതാണ്. എന്നോട് പറയും, സിസ്റ്റർ ഒന്നും മിണ്ടാണ്ട് അങ്ങ് സഹിച്ചോണമെന്ന്. നല്ല കാര്യമായി ചങ്ങായി. ഇവിടെ നമുക്ക് ഇരിക്കപ്പുറത്തി ഇല്ലാണ്ട് നമ്മളെ ഇങ്ങനെ കുട്ടകത്തിനകത്ത് എരുതിയിൽ സെൻറ്റ് എണ്ണ ഒഴിച്ചിട്ടെന്ന് പറഞ്ഞ കണക്കാണ് നമ്മൾ ഈ മാതിരി ആകുമ്പോൾ ഒന്നും മിണ്ടണ്ട അല്ലേ, ഒന്നുമേ മിണ്ടരുത്. അത് കഴിയുകയാണെങ്കിൽ പിന്നെ ഞാനിപ്പോൾ ഈ ഭൂമുഖത്തിരിക്കില്ല. ഈ സെയിനിറ്റിയും അതുപോലെ തന്നെ നമ്മളുടെ ഈ ലോകത്തിലെ ജീവിതം ഒരു തിന്നൊരു വെയിലാണ്. ആ വെയിലിനപ്പുറത്തോട്ട് ഞാൻ മാറ്റപ്പെടും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇത് വരുമ്പോൾ, പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രതികരിക്കുന്നതാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പ്രതികരിക്കുന്നതാണെന്നല്ല, പ്രതികരിക്കുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളുടെ ഹ്യൂമൻനെസ് ആണ് അതിനകത്ത് കാണപ്പെടുന്നത്. നമ്മളെ ഡിവൈൻ അല്ല. ആ ദൈവം പോലും, ഞാൻ പറഞ്ഞല്ലോ, 33 വയസ്സുള്ള ഒരു കൊച്ചനായിരുന്നു കിടന്ന് അലമുറയിട്ട് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എൻ്റെ നിന്ന് നീക്കി കളയണേ. എന്താ വരുന്നത് കണ്ടപ്പോൾ ആളെന്നെ അത്രമാത്രം പിന്നെ അത് ഭയന്നോന്ന് എനിക്കറിയത്തില്ല, എന്താ ഭയന്ന് പറയാ, അത് കണ്ടു എനിക്ക് താങ്ങാൻ പറ്റുന്നതല്ല എന്നൊരു ബോധ്യം ഉണ്ടായി. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, പിന്നെ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. അപ്പം നിൻ്റെ ഇഷ്ടത്തിന് വിട്ട് കഴിഞ്ഞാൽ നീ എനിക്ക് അതിനുള്ള താങ്ങാനുള്ള കൃപയും തരുമെന്നുള്ള ഒരു വചനം തന്നെ കിടക്കുന്നുണ്ട്. നിനക്ക് താങ്ങാൻ വയ്യാത്തതിന് ഐസായ പ്രവചനം, നിനക്ക് താങ്ങാൻ വയ്യാത്തതിന് അധികം ഒന്നും ഞാൻ നിനക്ക് തരികയില്ല എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ ഈ ഹ്യൂമൻനെസ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ സഹിക്കുമ്പോൾ പിറുപിറുപ്പല്ല, സഹിക്കാൻ പറ്റാത്തതിൻ്റെ ഇൻകേപ്പബിൾ ഓഫ് ടേക്കിംഗ് ദ ടോർച്ചർ, ഈ ഒരു പ്രശ്നം എന്നുള്ളതാണ്. ഏതായാലും കൊള്ളാം, പറഞ്ഞത് ദർശനത്തിൽ കാണിച്ചതുപോലെ തന്നെ ഞാൻ പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ടാക്ക് ഇപ്പം നിങ്ങൾക്ക് തരുന്ന കണക്ക് ടോക്ക് പറയും, അച്ഛൻ ഇങ്ങോട്ട് ഓടി വന്നിട്ട് ഇവിടുത്തെ വികാരി ഞാനാണ്, ഇനി ഞാൻ പറഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞു. 600 പേർ എൻ്റെ മുൻവശത്തിരിക്കുന്നത്. ഈ 600 പേരും എൻ്റെ കണക്ഷനിൽ വന്നിട്ടുള്ളതാണ്. ഇവിടെ ഹീലിംഗ് നടക്കുന്നത് കൊണ്ട് വന്നിട്ടുള്ളതാണ്. അങ്ങനെ പിതാവ് പറഞ്ഞു, അപ്പോൾ സമ്മറാണ്, നമ്മൾ വെക്കേഷന് ഞാൻ ഇങ്ങോട്ട് മോളും ഞാനുമായിട്ട് സ്കൂൾ അവധിക്ക് ഞാനിവിടെ വന്ന് 1.5 മാസം നിൽക്കും. 10-15 ദിവസം ഞാൻ പോളണ്ടിൽ പോയി നിൽക്കും. എന്നിട്ടും തിരിച്ച് ഡൽഹിക്ക് പോവുകയാണ് പതിവ്. ഹല്ലേലൂയ. അപ്പം അച്ഛൻ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് മേടിച്ച് അന്നത്തെ കാലത്ത് ഞാൻ ഹീലിംഗ് എഴുതി കൊണ്ടുപോകും. ഞാൻ പറയാം, 7 പേർക്ക് ഇന്ന പ്രോബ്ലം ഉണ്ട്, ആ 7 പേര് കൈവക്കാൻ പറഞ്ഞാൽ 600 പേരിൽ 7 പേര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ പല ഹീലിങ്ങുകൾ പലതും അവിടെ നടന്നുകൊണ്ടിരിക്കും. എനിക്കൊരു 1083 മെസ്സേജുകൾ കിട്ടിയിരുന്നു. തലേദിവസം ഇരുന്ന് ഞാൻ എഴുതും, കർത്താവ് സംസാരിക്കും, ഞാൻ എഴുതും, പേപ്പറിനകത്ത് കൊണ്ടുപോയി വായിക്കും. അങ്ങനെയായിരുന്നു. എന്നിട്ട് അച്ഛൻ പോയി, കുർബാനയും കഴിഞ്ഞ് അച്ഛൻ പോയപ്പോൾ ജനങ്ങൾ അനങ്ങുന്നില്ല. എനിക്ക് വായിക്കാനുള്ള അധികാരം ഇല്ലല്ലോ. ഇനി പറഞ്ഞല്ലോ, നീ ഇവിടെ ചെയ്യണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ചെയ്യുന്നത് ശരിയാവില്ല. സിസ്റ്ററെ മെസ്സേജ് എന്താന്ന് വെച്ചാൽ പറയാ, ഹീലിങ്ങിൻ്റെ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല, ബിഷപ്പുമായിട്ട് സംസാരിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രിയ മക്കളെ, ബിഷപ്പിൻ്റെ ഒരിക്കൽ സംസാരിച്ചപ്പോൾ ബിഷപ്പ് പറഞ്ഞു, ശരി, ഒരു മീറ്റിംഗ് ചെയ്യാം. ആ മീറ്റിങ്ങിനെ കുറിച്ച് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഞാൻ വേറൊരെണ്ണം പറയാം. അപ്പം ഇങ്ങനെ പിറ്റേ മാസം ഞാൻ ഈ ജഗനെ പറഞ്ഞു വിട്ടു. അപ്പം അച്ഛന്മാർ ചെയ്യാമെന്നല്ല പറഞ്ഞത്. കത്തീഡ്രൽ പള്ളിയിൽ 600 പേര് വന്നിരുന്ന ആൾക്കാർ പിന്നെ 90, ഞാൻ പറഞ്ഞു ജഗൻ എണ്ണീട്ട് പറയണം എൻ്റെ എനിക്ക് എത്ര പേര് വന്നിരുന്നു എന്ന്. ആൾക്കാർക്ക് വരാൻ താല്പര്യമില്ല. 90 പേരാണ് അന്നുണ്ടായത്. 600 നിന്ന് 90 കഴിച്ചാൽ ബാക്കിയുള്ള അത്രയും ആൾക്കാർ വന്നില്ല. 510 ആൾക്കാർ വന്നില്ല. എന്നിട്ട് അച്ഛന്മാർ ചെയ്തൊരു പരിപാടി, സ്കൂൾ വിട്ടു വന്ന് പിന്നെ ഒരു ദിവസം കണ്ടിരുന്നു, സ്കൂളിൽ യൂണിഫോം ഇട്ട കുട്ടികളെല്ലാം പിടിച്ച് ഇതിനകത്ത് കയറ്റി നിർത്തി വയ്ക്കുക. അച്ഛന്മാർ സ്കൂട്ടർ എടുത്തുകൊണ്ട്
വീട് വീടാന്തരം തൊട്ടടുത്തുള്ള പിന്നെ ആൾക്കാരുടെ അടുത്ത് പോയി അവരെ മാതാപിതാക്കളിൽ ഒരാളെ ജോലിയില്ലാത്തവരെ കുട്ടികളെ കൊണ്ടുവന്ന് നിർത്തി നിരത്തുമായിരുന്നു. പക്ഷേ ആൾക്കാർ വിട്ടൊഴിഞ്ഞു പോയി. കാരണം ആൾക്കാർ വരുന്നത് നമ്മളെ ആകർഷിക്കുന്നത് ഞാനല്ല ആകർഷിക്കുന്നത്. എനിക്ക് ഒരു മനുഷ്യനെ ആകർഷിക്കാൻ ഉള്ള കഴിവില്ല. അങ്ങനെ ആകർഷിക്കാമായിരുന്നെങ്കിൽ ഞാൻ 7 കൊണ്ട കല്യാണം നാട്ടിൽ നിന്ന് വല്ലയിടത്തും കഴിച്ചായിരുന്നല്ലോ. അല്ല, ഇല്ല. അപ്പോൾ പിന്നെ എനിക്കൊരു ഒരാണിനെയും വിശ്വാസമില്ല. എല്ലാവരും പെണ്ണുങ്ങളെ യൂസ് ചെയ്തിട്ട് കറിവേപ്പില പോലെ കളയുന്നവനാണ്. നമ്മളെ ഇവിടെ വീട്ടിൽ ഒരു അത്യാവശ്യത്തിന് വെറുതെ ഒരു ഭാര്യ, ഒരു സിനിമയുണ്ടല്ലോ അങ്ങനെ, വെറുതെ ഒരു ഭാര്യനെ കെട്ടി നിർത്തിയിട്ട് അവരുടെ ആവശ്യങ്ങളൊക്കെ മറ്റുള്ള പെണ്ണുങ്ങൾ, ഓഫീസിലുള്ളവർ, ജോലി സ്ഥലത്തുള്ളവർ, ഇവരുമൊക്കെ ആയിട്ടൊക്കെയാണ് കുറേ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനെയും വിശ്വസിക്കുന്നില്ല. അതാണ്. അപ്പം എനിക്കാരെ ആകർഷിക്കാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിനെ നിന്നിലേക്ക് ആൾക്കാരെ ആകർഷിക്കാൻ കഴിയും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞേ? പരിശുദ്ധാത്മാവ് എന്നിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന പൊന്നെ എങ്ങാതി നീ ഇപ്പോൾ ഈ നട്ടപ്പാതിരാത്രിക്ക് ഇവിടെ കുത്തിരിക്കുന്ന ആണോ അല്ലയോ? നിങ്ങൾ മൂടി വെച്ചിട്ട് ഇരുന്നുകൊണ്ട് കാര്യമല്ല, പറയുമല്ലതും. പരിശുദ്ധാത്മാവ് എന്നിലുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ പറയുന്നതിൽ ഒരു കഥയില്ലേ നിങ്ങൾ ഇതിനകത്ത് ഇരിക്കുവോ? അപ്പൊ അതാണ്. അപ്പൊ അങ്ങനെ 600 പേരും പോയി. പിന്നെ അത് അങ്ങോട്ടേക്ക് വിതഞ്ഞങ്ങ് പോയി. ഇപ്പൊ എന്താണ് സംഭവം? ഈ ഒരു മാസ് മാത്രം നടക്കുന്നുണ്ട്. അതിനകത്തുനിന്ന് ഞാൻ പറയട്ടെ ഒരു കാര്യം, വലിയൊരു സംഭവം നടന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ബിഷപ്പിന്റെ സെക്രട്ടറി മെല്ലിൻഡ എന്നും പറഞ്ഞ അവളൊരു മംഗലാപുരം കാര്യമായിരുന്നു. ഞാനും അവളും തമ്മിൽ വലിയ കൂട്ടായിരുന്നു. അന്നേരം എന്നോട് ഭയങ്കര കാര്യമാണ്. അവള് നമ്മുടെ ഗ്രൂപ്പിൽ വന്നേ പിന്നെ ലക്ഷങ്ങൾ 3 ലക്ഷം രൂപ ഇതുപോലെ ആരാണ്ട് കടം മേടിച്ചുകൊണ്ട് പോയിട്ട് കൊടുത്തില്ല. എന്നിട്ട് അവർക്ക് ഈ പ്രാർത്ഥനയിൽ കൂടിക്കഴിഞ്ഞ് കിട്ടിയിട്ട് അവിടുത്തെ ആർച്ച് ബിഷപ്പ് ഹൗസിലെ സ്റ്റാഫുകൾ ഒരു തീരുമാനമെടുത്തു. അവർ ജോലി സമയമാണല്ലോ, 1 തൊട്ട് 2 മണി വരെ അവർക്ക് ബ്രേക്കാണ്. അപ്പോൾ അവർ ആ ബ്രേക്ക് പോസ്റ്റ്പോൺ ചെയ്തിട്ട്, അതവർ നേരത്തോട്ടാക്കിയിട്ട് പ്രീപോൺ ചെയ്തിട്ട് അവർ 3 തൊട്ട് 4 മണി വരെ എൻ്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ട് ആർച്ച് ബിഷപ്പിൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആർച്ച് ബിഷപ്പിൻ്റെ ഒരിക്കൽ പെർമിഷൻ ചോദിച്ചു. എന്നിട്ട് അവർ ഒരു വലിയ ഇത് കൊടുക്കേണ്ടി വന്നു. അവർക്ക് ആഹാരം കഴിക്കാൻ പറ്റാണ്ടായി. കാരണം 1 തൊട്ട് 2 വരെ ലഞ്ച് ബ്രേക്കാണ്. അപ്പോൾ അവർ ആഹാരം കഴിക്കും. അവരത് ആ ബ്രേക്ക് 3 തൊട്ട് 4 മണിക്കായ അവർക്ക് ആഹാരം കഴിക്കാനുള്ള സമയമില്ല. 3 തൊട്ട് 4 മണി വരെ അവർ പള്ളിയിലാണ് ഇരിക്കുന്നത്. എങ്ങനെ ഇരിക്കുന്നത്? അവർ കൂട്ടത്തോടെ ഉപവാസം എടുത്തു. അതായത് ഒരു നേരം നോക്കി, 1-ാം വെള്ളിയാഴ്ച. അനുഗ്രഹങ്ങൾ എന്താ കിട്ടിയെന്നുള്ളത് പറയത്തില്ല. അങ്ങനെയായി. അവസാനം എല്ലാവരും നമുക്കെതിരായി. പിന്നെ അത് കഴിഞ്ഞ് ഡൽഹി കത്തീഡ്രൽ പള്ളിയിൽ വെച്ചിട്ട് എന്താണ് ജോൺസൺ കിഴക്കേ വീട്ടിൽ നിന്നും പറഞ്ഞ ഒരു അച്ഛനായിരുന്നു എന്നെ കല്യാണം കഴിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം പിന്നത്തെ കർണയുടെ പെരുന്നാൾ വന്നല്ലോ. അപ്പോൾ എനിക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല, പറയാനില്ല. അപ്പോൾ സിസ്റ്റർ ജോൺസി എന്ന് പറയുന്ന എന്നെ കോളേജിൽ പഠിപ്പിച്ച കന്യാസ്ത്രീ അന്ന് BSSS കോളേജിനകത്ത് വൈസ് പ്രിൻസിപ്പളായിട്ടിരിക്കുകയാണ്. അവിടെ ഞാൻ പോയിട്ട് ഭോപ്പാലിൽ ഞാനാണ് ആദ്യമായിട്ട് കർണക്കൊന്ത പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, അവർ 2ാമത്തെ വർഷം, അപ്പോൾ തലേവർഷം ഞാൻ പോയി പറഞ്ഞിരുന്നു. അവർ തലേവർഷം അവർ കർണയുടെ പെരുന്നാൾ ഡൽഹിയിൽ ഇപ്പോൾ 26ാമത്തെ കർണയുടെ പെരുന്നാളാണ് ഈ വർഷം ഘോഷിച്ചത്. അങ്ങനെയെങ്കിൽ അവർ 25ാമത്തെയാണ് ഘോഷിച്ചത്. അപ്പോൾ സിസ്റ്റർ യോൺസി അവിടെ ഉള്ളതുകൊണ്ട് അവിടെ നമ്മൾ കരുണയുടെ പെരുന്നാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എൻ്റെ ഒരു മഹനത്തിൻ്റെയും ദൈവത്തിൻ്റെ കൃപയുടെ ഒരു കരുണയാണ് അത് അവിടെ കണ്ടത്. കൃപയുടെയും കരുണയുടെ ഒരു ഇതാണ് അവിടെ കണ്ടത്. എന്നിട്ട് പിന്നെ ഞാനൊന്നും മിണ്ടിയില്ല. രാവിലെ ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുണ്ട്, ഈ വന്ദേ ഭാരതം മാതിരി ഒരു എക്സ്പ്രസ് ആണ്. അത് ഏതാണ്ട് ഒരു സംഭവം ശതാബ്ദി എക്സ്പ്രസ് അങ്ങനെ ഏതാണ്ട് പറഞ്ഞിട്ട് വരണം. അതിനകത്ത് ഞാൻ ഭോപ്പാൽ എക്സ്പ്രസ് എന്തെങ്കിലും ആയിക്കോട്ടെ പോയി. ഞാൻ അവിടെ പോയി രാവിലെ ഇവരുടെ കുർബാനയ്ക്ക് ഇവിടെ പിന്നെ അവരുടെ കോളേജിനകത്താണ് ഇത്, കോളേജിനോട് ചേർന്നാണ് ഇവരുടെ ഈ പള്ളി ഇരിക്കുന്നത്. അതൊരു ഇടവക പള്ളിയും കൂടിയാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ സിസ്റ്റർ ജോൺസിയൊക്കെ എന്താണ് ഈ ചൊവ്വാഗ്രഹത്തിൽ നിന്ന് ആരാണ്ട് വന്ന് നിൽക്കുന്നതാണ് ആൾക്കാരെല്ലാം നോക്കുക. അപ്പം ഞാൻ അവിടെ ചെന്ന് ക്ലാസ് കൊടുത്തതാണല്ലോ. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ എല്ലാം പരിചയമുള്ള സിസ്റ്റർ ജോൺസി. ആരും അറിഞ്ഞില്ല. ഞാൻ അവിടുന്ന് തിരിച്ച് ഡൽഹിയിൽ നിന്ന് അന്ന് അവിടെ കിടന്നെന്ന് തോന്നുന്നു. കിടന്നിട്ട് പിറ്റേ ദിവസം വന്നു. അന്നേരത്തേക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതോ ഞാൻ അന്ന് തന്നെ വന്നോന്ന് എനിക്കറിയില്ല, ഓർക്കുന്നില്ല. മകളെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാക്കിയിരുന്നു. ഹാലലുയ. തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഈ ജോൺസൺ അച്ഛൻ, ഞാൻ പറഞ്ഞല്ലോ എന്നെ കല്യാണം കഴിപ്പിച്ച അച്ഛനാണെന്ന്. അന്നേരം പിന്നെ അച്ഛൻ
ആണ് ഈ ഫീസ്റ്റ് മാസ് അവിടെ ചെല്ലിയത്. ഡൽഹിയിൽ ആ വർഷം ചെയ്തത്. അപ്പോൾ ചെയ്തപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു, ജോസഫീന ആണ് ഈ കരുണ ഇവിടെ പ്രചരിപ്പിച്ച് തുടങ്ങിയത്. അച്ഛൻ A to Z അച്ഛൻ ഡൽഹിയിലെ കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൻ്റെ ഡയറക്ടർ അച്ഛനായിരുന്നു. നല്ല കൃപയുള്ള ഒരു അച്ഛനായിരുന്നു അദ്ദേഹം. പിന്നെ അദ്ദേഹം ഇത് പറഞ്ഞു. അപ്പോൾ ജഗനൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ പ്രോഗ്രാമത്തിന്, എല്ലാവരും ചേർന്നു ഫീസ്റ്റ് മാസിന് പോയിരുന്നു. ആര് പറഞ്ഞു? അച്ഛൻ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ പേരെടുത്ത് പറഞ്ഞു. അച്ഛൻ എന്നെ മറന്നില്ല. കാരണം നീ ചെയ്യുന്ന വർക്ക് പൊന്ന് ചങ്ങാതി, ആരെങ്കിലും നിൻ്റെ കാർപ്പറ്റ് നിൻ്റെ കാലിൻ്റെ അടിയിന്ന് വലിച്ചെടുത്തുകൊണ്ട് പോയാലും ദൈവം നിന്നെ വേരുറപ്പിച്ച് അവിടെ നിർത്തും. പറയുന്ന കേൾക്കുന്നുണ്ടോ? ഇന്ന് അച്ഛൻ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയാവോ? ഈ അച്ഛൻ നമ്മുടെ അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? നിഷാൻ, എൻ്റെ വീട്ടിൽ വന്ന. അപ്പോൾ അത് നിസാൻ നിക്കോളാസ്. അപ്പോൾ അതാണ് പേര്. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും ചോസൺ വണ്ണാണ്, അഭിഷേകം നിറഞ്ഞവരാണെന്ന്. എങ്ങനെ ഇരിക്കുന്നു? നിങ്ങളെ അച്ഛൻ മനസ്സിലായില്ലേ? അച്ഛൻ പറഞ്ഞു നിങ്ങൾ അഭിഷേകം നിറഞ്ഞ വ്യക്തികളാന്ന് പറഞ്ഞു. അങ്ങനെ സഹനം സഹിച്ചപ്പോൾ ആ ഇടയ്ക്ക് ഞാൻ വീട്ടിൽ വന്നിരുന്നു അവധി സമയത്ത്. അപ്പം എൻ്റെ ഇളയമ്മ, ഞാൻ ഭയങ്കരമായിട്ട് ദുഃഖത്തിലായിരുന്നു. അപ്പോൾ ഇളയമ്മ റേച്ചൽ എന്ന് പറഞ്ഞ ഒരാളുടെ, എൻ്റെ വീട്ടിൽ കുടുംബത്തെ ആരോടെങ്കിലും അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ അവരോടേ ഉള്ളൂ. അപ്പോൾ അവർ പിന്നെ ഞാൻ ഒരാഴ്ചയ്ക്ക് 2 പ്രാവശ്യമെങ്കിലും വിളിക്കാതിരിക്കുകയില്ല. അപ്പോൾ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു, പിന്നെ ഞാനൊരു കാര്യം പറയാം, ഈ സഭ കിടന്നിട്ട് ഇങ്ങനെ കിടന്ന് കാണിക്കുകയാണെങ്കിൽ ഇനി അതിനകത്ത് നിൽക്കണ്ട. ഇപ്പം ഈ കുർബാനയുടെയും അരളിക്കാൻ്റെയും കാര്യമാണ് പറഞ്ഞു വരുന്നത്. പോയിൻ്റ് അതാണ്. അതിൻ്റെ ഇടയ്ക്ക് 2-3 പോയിൻ്റ് വേറെ പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇനി കത്തോലിക്ക സഭയിൽ നിൽക്കണ്ട, ഒരു കെട്ടിടം വാടകയ്ക്ക് എടുക്ക്. കെട്ടിടമോ ഹോളോ വല്ലതും സർട്ടൻ ഡേയ്സിലോട്ട് ഞായറാഴ്ച വല്ലതും വാടകയ്ക്കെടുത്ത് അവിടെ ഒരു ഇത് തുടങ്ങിയാൽ ഏതായാലും അത്ഭുതങ്ങൾ അധികമായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ചെന്നൊരു പ്രാർത്ഥന തുടങ്ങിയാലും എല്ലാവരുടെയും വിചാരം ചിലരൊക്കെ ഈ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ അത്ഭുതം നടക്കുകയായിരുന്നു. അത്ഭുതം എൻ്റെ കൂട്ടത്തിലുള്ളതാണല്ലോ. ആ അത്ഭുതം തന്നുകൊണ്ടാണ് ദൈവം എന്നെ ഇതിനകത്ത് ഇൻസ്റ്റേറ്റ് ചെയ്തത് തന്നെ, ഈ കരുണയ്ക്ക് വേണ്ടിയിട്ട്. ഹാലേലുയ. എന്നിട്ട് തന്നെത്താനെ എന്തെങ്കിലും ഒരു സഭ തുടങ്ങിയിട്ട് എന്നിട്ട് ഇളയമ ഇങ്ങനെയും പറഞ്ഞു വെച്ചു, ഒരു 4 മാസം കൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ വരും, നല്ലൊരു ബംഗ്ലാവും കാറും എസ്റ്റേറ്റും എല്ലാം മേടിക്കാവുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഉള്ള ബംഗ്ലാവും കാറും എസ്റ്റേറ്റിനകത്ത് ജീവിക്കാനുള്ള കൃപ ദൈവം തന്നേച്ചാൽ മതി. അത് സാധാരണ ആൾക്കാരുടെ ഒരു ഇതാണല്ലോ, ഈശോനെ വിറ്റ് കാശാക്കുക എന്നുള്ളതാണ് പലരും തന്നെയും ചെയ്യുന്നത്. എല്ലാവരും കത്തോലിക്ക സഭയിലും അതൊക്കെ തന്നെയാണ് നടക്കുന്നത്. അപ്പം അത് വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾക്ക് ദൈവം തന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപ അത് വെറുതെ ഇങ്ങനെ കിട്ടത്തില്ല. നമ്മൾ കുറേ സാക്രിഫൈസ് ചെയ്യണം. എനിക്കിപ്പോൾ ജീവിതം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പക്ഷേ ഞാൻ തിരഞ്ഞെടുത്ത ജീവിതം ഇതാണ്, ക്രിസ്തുവുമായിട്ടുള്ള ജീവിതമാണ്. ഞാൻ കർത്താവിൻ്റെ മണവാട്ടിയാണ് പ്രൈമറിലി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ മണവാട്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളും അങ്ങനെ തന്നെയാണ്. നിങ്ങളും ഇവിടെ, ഞാൻ ചിലപ്പം ജിപ്സീൻ്റെ ഒക്കെ കാര്യം വിചാരിക്കും. ജിപ്സി, അതുപോലെ തന്നെ സോഫി, അതുപോലെ തന്നെ ആലെ, ഞങ്ങൾ 4 പേരാണ് അവസാനം കാണത്തുള്ളൂ. നിങ്ങളെല്ലാം ഓരോ കാര്യത്തിൽ നിങ്ങൾ ഇറങ്ങിപ്പോവും. അല്ലെങ്കിലും അവർ ഇരിക്കുന്നത് എന്നോട് വർത്തമാനം പറയാൻ വേണ്ടിയിട്ടല്ല. അവർ 3 മണിക്ക്, ഇന്ത്യയിലെ 3 മണിക്കത്തെ ടൈം ആകാനിരിക്കുക. അരമണിക്കൂർ ഞങ്ങൾ സംസാരിക്കും. അപ്പോൾ ടൈം ആയി കഴിയുമ്പോൾ അവർ 3 മണിക്കത്തെ കരുണക്കൊന്ത ചെല്ലിയിട്ടാണ് കിടക്കുന്നത്. അല്ലാണ്ട് എന്നോട് വർത്തമാനം പറയുമ്പോൾ പാതിരാത്രിക്ക് എഴുന്നേറ്റിരിക്കുന്നതല്ല. അപ്പം ഞാൻ അവരിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും ചില ദിവസം അവരുടെ കൂടെ ഞാനും കൂടിയിട്ടുണ്ട് 2-3 പ്രാവശ്യം. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കരുണക്കൊന്ത ചെല്ലും, അല്ലെങ്കിൽ ഞാൻ ഉറക്കം വരും അപ്പോൾ ഇട്ട്. അപ്പം ഞാൻ പറയുകയാണ്, ഇവരൊക്കെ എന്ത് പറഞ്ഞേ? കർത്താവിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് ഇത് കേട്ടോണ്ടായിരിക്കുന്നത്, അല്ലാണ്ട് പേഴ്സണലായിട്ടുള്ള കഥ പറഞ്ഞുകൊണ്ടല്ലല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതെന്താണ്? നിങ്ങൾ ശരിക്കും ചോസനാണ്. നിങ്ങൾ ഈശോയ്ക്ക് പരമപ്രധാനമായിട്ടുള്ള സ്ഥാനം ഭർത്താവിനേക്കാളും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറെക്കാളും കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ പറയുന്ന കോൺവെർസേഷൻ ക്രിസ്തുവിനെ അതേക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിൻ സബ്ജക്റ്റ് ആയിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. അല്ലെ അന്ന് നടന്ന ടോക്കിനെ കുറിച്ചായിരിക്കും പറയുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞ്, അന്നേരം ഞാനിങ്ങനെ ഇളയമ ഇങ്ങനെ പറഞ്ഞപ്പം അതൊരു പോസിബിലിറ്റി തന്നെയാണ്. നമുക്ക് ആത്മാക്കളെ നേടണം എന്നുള്ളതാണ് പ്രാധാന്യം. അത് കത്തോലിക്ക സഭ തന്നെ നിന്നുകൊണ്ട് നേടണമെന്നൊന്നുമില്ല. ആദിവാസികളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞാലും നമുക്ക് നേടാൻ പറ്റും. അത് ദൈവം ആഗ്രഹിക്കും. അപ്പം ഞാൻ വിചാരിച്ചു, ഈ ജോസ്ഫിനയ്ക്ക് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈശോനെ കൈക്കൊള്ളാതെ ഇപ്പോഴത്തെ ഈ അവസ്ഥ അത് വിട്, അത് ദൈവം അച്ഛനും എല്ലാം പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ടല്ലോ. ഞാൻ ചിലർക്ക് ഞങ്ങളുടെ കോൺവെർസേഷൻ ഇട്ട് തന്നിരുന്നു. ആ ഒരു കാരണം കൊണ്ട് അച്ഛൻ ഇപ്പോഴും ഇറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞത്, സൂക്ഷിക്കണം പുറത്തേക്ക് പോകുമ്പോൾ. ക്രിസ്മസിന് പള്ളിയിൽ പോകണമെങ്കിൽ ഞാനൊരു സ്പെഷ്യൽ പ്രയർ ചെയ്ത് അന്നത്തേക്ക് ഞാൻ പ്രൊട്ടക്ഷൻ പ്രയർ ചെയ്തോളാം, അന്നത്തേക്ക്. അല്ലാത്ത ദിവസങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് അച്ഛൻ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്.
അപ്പോൾ എനിക്ക് അരുളിക്ക ഇല്ലാണ്ട്, അല്ലെങ്കിൽ അത് കത്തോലിക്ക സഭയിലേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ വിശുദ്ധ കുർബാന അതും കത്തോലിക്ക സഭയ്ക്കേ ഉള്ളൂ. ഞാൻ പ്രാക്ടീസ് ചെയ്ത് എൻ്റെ ജീവിതകാലം മുഴുവനും മുറുകെ പിടിച്ചുകൊണ്ട് വന്ന ഈ ഒരു കാര്യമില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വല്ലവരും ചിന്തിക്കുന്നുണ്ടോ? ഒരു ഒരു ദിവസം പോലും ഇപ്പം ഞാൻ കുർബാന കൈക്കൊണ്ടില്ലെങ്കിലും അത് എന്നെ ഇതൊരു മഹാ അത്ഭുതം. അച്ഛൻ തന്നെ പറയുക, ഒരു ഓസ്തിയെ കുർബാന ചെല്ലാന്ന് പറഞ്ഞു, ഒരു ഓസ്തിയല്ല ഡെലിവറൻസ് പ്രയറിന് മുൻപ് ഒരു കുർബാന ചെല്ലാം. അപ്പോൾ അച്ഛൻ 2 ഓസ്തിയായി, എത്ര കൊണ്ടെന്ന് അറിയില്ല. രണ്ടാമത്തെ ദിവസം ഞാൻ പറഞ്ഞു, അച്ഛാ നമുക്ക് നാളെ രാവിലെ കുർബാന ചെല്ലണ്ടേന്ന് ചോദിച്ചു. അതിനെന്തേ ചെല്ലാന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ ഓരോ ഓസ്തിയായിട്ടല്ല വന്നത്. എന്നിട്ട് ഇപ്പം അച്ഛൻ എന്നോട് പറയാം, എല്ലാം ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പദ്ധതിയായിരുന്നു. നിങ്ങളോട് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, അച്ഛന് ഞാനൊരു ഡയറി ഇംഗ്ലീഷിലുള്ളത് കൊടുത്തു. പുതിയതായിരുന്നു. ഒരു കരുണയുടെ പടവും സ്പെഷ്യലായിട്ടുള്ള ഒരു പടവും കൂടെ ഞാൻ കൊടുത്തു. പിന്നെ ഉണ്ണിമേരി മാതാവിൻ്റെ ഒരു പടവും കൂടെ കൊടുത്തു. നിങ്ങൾക്കറിയാം ഞാൻ ഉണ്ണിമേരി മാതാവിൻ്റെ ഒരു ഡിവോട്ടിയാണെന്ന്. അപ്പം അതും കൂടെ കൊടുത്തു. അച്ഛൻ ഇപ്പം എന്നോട് പറയാം, എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത, അവിടെ വന്നതും പള്ളികൾ കണ്ടതും മറ്റെല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് ഈ ഒരു കാര്യം എൻ്റെ ഹൃദയത്തിൽ ഇപ്പം വരെ എൻ്റെ സന്തോഷം നിലനിൽക്കുകയാണെന്ന് പറഞ്ഞു. പ്രിയ മക്കളെ, നമ്മൾ സമർപ്പിക്കപ്പെട്ടവരാണെന്നുള്ളത് മറ്റുള്ളവരറിയുന്നത് പിശാച് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം കൊണ്ട് തരുമ്പോഴാണ്. ദൈവം അത് അനുവദിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദൈവം അനുവദിക്കുന്നത് നിങ്ങൾ തന്നെ പലരും മനസ്സിലാക്കി. എന്നെക്കുറിച്ച് ഇപ്പം അച്ഛൻ എൻ്റെ മേളിൽ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഇപ്പം അത് അച്ഛൻ എടുത്ത് പറയുകയും ചെയ്തു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ടത് ധാരാളം പേരെ മാനസാന്തരത്തിലോട്ട് ജോസ്ഫിനെ നയിച്ചിട്ടുണ്ട്, ഇനിയും നയിക്കും. അപ്പം അച്ഛനും കയറി സിസ്റ്റർ എന്ന് വിളിക്കാൻ തുടങ്ങി. ജോസ്ഫിനെ സിസ്റ്റർ നയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പിശാചിന് ഏറ്റവും സഹിക്കാൻ പറ്റാത്തത്. ഇതുകൊണ്ടാണ് കരുണക്കൊന്ത എന്ന് പറഞ്ഞാൽ പിശാചിന് കേട്ടുകൂടാത്തൊരു പ്രാർത്ഥനയാണ്. കാരണം ഈ ഇത്ര ഒരു 8 മിനിറ്റ് അല്ലെ കൂടിയ 10 മിനിറ്റ്സ്, നമ്മളൊക്കെ 8 മിനിറ്റിലാണ് ചെല്ലുന്നത്. 10 മിനിറ്റ്സിൽ കൊണ്ട് ചെല്ലുന്ന ഒരു പ്രാർത്ഥനയിൽ കർത്താവെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും എന്ന് പറഞ്ഞ 50 പ്രാവശ്യത്തിൽ കൂടുതൽ നമ്മൾ ചെല്ലുന്നുണ്ട്. അപ്പം അങ്ങനെ ചെല്ലുമ്പോഴത്തേക്ക് കർത്താവിന് അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന് കൈയും കാലും നമ്മൾ കെട്ടിയിടുകയാണ്. ഇത് ഫൗസ്ത്യനമ്മയുടെയൊക്കെ ഈശോ പറഞ്ഞത് തന്നെയാണ്. നീ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നീ എൻ്റെ കൈകളെ ബന്ധിക്കുന്നു. അതായത് ലോകം അർഹിക്കുന്ന അല്ലെ നമ്മൾ അർഹിക്കുന്ന പണിഷ്മെന്റ് അവർക്ക് കൊടുക്കാൻ പറ്റാണ്ടാവുന്നു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ആ കൂടെ ഇത്രയ്ക്ക് എന്നും പറയുന്ന കണക്ക് 2, 4, 6, 7 കറക്റ്റ് 7 ആൾക്കാരേ ഉള്ളൂ പിന്നെ ഇന്ന് കയറിയിട്ടുള്ളൂ. പലരുടെ അസൗകര്യം കൊണ്ടൊക്കെ ആയിരിക്കും. പിന്നെ ക്രിസ്മസ് ഒക്കെ വരികയാണല്ലോ, എല്ലാവരും തിരക്കിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ കരുതണ്ട. നിങ്ങൾ ഈ സ്പെൻഡ് ചെയ്യുന്ന ഈ ഒരു ചെറിയൊരു സമയം, ഈ ഈ ചെറിയൊരു നമ്പർ ഓഫ് ആൾക്കാർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഭൂമുഖത്ത് വലിയ സ്വർഗത്തിലും പിന്നെ ശുദ്ധീകരണ സ്ഥലത്തിലും വലിയൊരു എന്താ പറയുക ഭൂകമ്പം ഉണ്ടാക്കുന്നത്. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു പിടിപ്പിക്കും. അല്ലെ പിന്നെ നമ്മൾ ഇവിടെ ഭർത്തല്ല ലോകം കണ്ടിരിക്കെ പോകുമ്പം ഇഷ്ടം പോലെ ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തു നിന്ന് പോകുന്ന ആലയെ കണ്ടിട്ടുണ്ട്. ഈ ഒരു വ്യക്തി മാത്രമല്ലല്ലോ. ആല പിന്നെ എന്നോടുള്ള പ്രേമത്തിന് വല്ല നുണ പറയുന്നതെന്ന് വിചാരിക്കാം. ആരുടെയോ ചെവിയുടെ കാര്യം പറയുന്നുണ്ടല്ലോ. ലാലി, നിങ്ങളുടെ മകന്റെ കാര്യം എന്തായി? ശരിയായോ മൊത്തം? അത് ചെവിയുടെ കാര്യം പറയുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഇതൊന്നും പറയാനല്ല, എൻ്റെ മനസ്സിൽ വേറൊരു സബ്ജക്റ്റ് ആയിട്ടാണ് എൻ്റെ മനസ്സിൽ. ഇന്നലെ പറയാതിരുന്നോണ്ട് എനിക്ക് എന്തെങ്കിലും പറയാതിരിക്കാനും പറ്റത്തില്ലായിരുന്നു. ഇന്ന് എന്താണേലും എന്തെങ്കിലും പറയണം. അപ്പം പക്ഷേ ഇതൊന്നുമല്ല, ഞാൻ വേറെ എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടാണ് വന്നത്. പക്ഷേ ഇതാണ് കർത്താവ് എടുത്ത് പറഞ്ഞത്. പ്രിയ മക്കളെ, അപ്പം നമ്മൾ ഈ ഒരു കരുണക്കൊന്ത ചെറിയ നിങ്ങൾ ഒരിക്കലും ഇതിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ജെറിസിൻ്റെ ഒരിക്കൽ പറയാം, ഇനി എൻ്റെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞാലും ഇത് നിങ്ങൾ ഒരു കാരണവശാലും ഒരു ദിവസം പോലും നിർത്തരുത്. നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഞാൻ എല്ലാ ദിവസവും ഭയങ്കര ഹാപ്പി ആയിട്ടാണ്? ആ ഇന്നർ ഹാപ്പിനെസ് ഉണ്ട്, ഒരു ആത്മീയ സന്തോഷമുണ്ട്. പക്ഷേ ഫിസിക്കലി ഞാൻ പോസിബിൾ അല്ല, കിടന്നു എന്ന് പറയാൻ അത്രയ്ക്ക്. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നുള്ള സംസാരത്തിൻ്റെ സ്വരമല്ലായിരുന്നു. ഞാൻ കേട്ടിട്ട് ഇനി ലാലി എന്തെങ്കിലും കാണിച്ചതാണോ, അവരുടെ സിസ്റ്റത്തിൽ എന്തെങ്കിലും കുഴപ്പമാണോ എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ല. എനിക്ക് വോയിസ് പുറത്തേക്ക് വരുന്നില്ല. ജീവനില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ സംസാരിച്ചത്. പക്ഷേ ഞാൻ നിർത്തത്തില്ല. നിർത്തിയാൽ ഞാൻ മറ്റേതിന് അടിയറവ് പറയുന്നു എന്നുള്ളതാണ്. ദേ വിൽ റിജോയ്സ്. ഒരു ദിവസമെങ്കിലും എൻ്റെ 100 പേരിൽ കുറവാണ് എല്ലാത്തിനും കണ്ടിരിക്കുന്ന വീഡിയോ. എനിക്ക് പ്രശ്നമില്ല. 100 പേര് വേണ്ട, 99 ആടിനെ വിട്ടിട്ട് ഒരെണ്ണത്തിനെ തിരക്കി വന്ന ആര് കേൾക്കണമെന്ന് ദൈവം തീരുമാനിച്ചാൽ അവരെ ദൈവം ഇത് കേൾപ്പിക്കുന്നുണ്ട്. അതേ ഉള്ള എൻ്റെ ആവശ്യം. അല്ലാണ്ട് ലോകത്തിലുള്ള മില്യൺ ആൾക്കാർ കേൾക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ കേട്ടാൽ നല്ലത്.
പക്ഷെ ആരുടെയോ അടുത്ത് കർത്താവ് ഈ ഒരു സന്ദേശത്തിൽ കൂടെ റീച്ച് ഔട്ട് ചെയ്യാണ്. അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഹല്ലേലൂയ. ആ, പ്രൈസ് ദി ലോർഡ്. ആർക്കൊക്കെയോ ദൈവം സംസാരിക്കുകയാണ്, ആരോടൊക്കെയോ ദൈവം സംസാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് വലിയൊരു സന്തോഷമാണ്. ഇന്ന് അച്ഛനുണ്ടാകും ബ്ലെസ്സിങ്ങിന്. നമുക്ക് മറ്റുള്ള പ്രാർത്ഥനയിലോട്ട് കടക്കാം. ഇനിയിപ്പോൾ എല്ലാവരോടും ചിലർക്കൊക്കെ ഇതാണ്, ചിലരൊക്കെ ഗ്രൂപ്പ് വിട്ട് പോകാനായിട്ട് ഇട്ടത്. ഒന്നും പറയണ്ട. ഞാനൊന്നും നിങ്ങളോടൊന്നും ചോദിച്ചില്ലെങ്കിൽ ഞാനിവിടെ കിടന്ന് കണകുണാന്ന് കുറേ നേരം പറഞ്ഞിട്ട് എന്തുണ്ടായി, വല്ല ഇമ്പാക്റ്റും നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായോ ആത്മാവിലുണ്ടായെന്ന് ഞാൻ അറിയണ്ടേ? ആ പറഞ്ഞ ഞാനാണെങ്കിൽ എനിക്കത് അറിഞ്ഞിരിക്കേണ്ട എനിക്ക് അത്യാവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സോഫി പറഞ്ഞു. അൺമ്യൂട്ട് ചെയ്തു. ആ, ആമേൻ. നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുക, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുക ചെയ്തെന്ന് ഉം, പറഞ്ഞിരിക്കുന്ന ഉം, അപ്പൊ സിസ്റ്റർ പ്രത്യേകമായിട്ടും ദൈവം തന്നെ തെരഞ്ഞെടുത്തത്. അപ്പൊ അതിൽ കൂടെ കുറച്ച് സാധനങ്ങളുണ്ടാകും. കൂടുതല് അഭിഷേകമുള്ള കാലം കൊണ്ടായിരിക്കും സാത്താൻ കൂടുതൽ വന്നിട്ട് നമ്മുടെ മേലിൽ മെക്കെട്ട് കയറണത്. ഉം, അപ്പൊ അതൊക്കെ അപ്പൊ സഹിക്കാൻ പറ്റില്ല. മാനസികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. എല്ലാവരും ജയിക്കാൻ, എല്ലാവരുടെ സങ്കടം എല്ലാവർക്കും വലുതാണ്. ഉം, പക്ഷെ നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് നിൽക്കുമ്പോ വിചാരിക്കും നമ്മുടെ സങ്കടം ഒന്നുമല്ലാന്ന്. ഉം, പക്ഷെ എന്ത് സങ്കടം തന്നാലും ദൈവം അത് സഹിക്കാനുള്ള ശക്തി നമുക്ക് തരും, ഉം, ആ ശക്തി തരും. അപ്പൊ അങ്ങനെ പ്രത്യാശയോട് നമ്മൾ കാത്തിരിക്കും. അപ്പൊ ദൈവം നമ്മളല്ല ദൈവത്തെ തെരഞ്ഞെടുക്കുന്നത്, ദൈവം നമ്മളെയാണ് തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ പ്രത്യേകമായിട്ട് അഭിഷേകം എല്ലാവരിലും ഉണ്ടാവും. ഉം, അതനുസരിച്ച് ജീവിക്കാൻ പറ്റും. എന്ത് സഹനങ്ങൾ വന്നു കഴിഞ്ഞാലും ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. സ്നേഹിക്കുന്നവർക്കാണ് ദൈവം കൂടുതൽ ശിക്ഷണം നൽകുന്നതല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മള് എന്ത് വിഷമം വന്നാലും പ്രത്യാശയോട് കാത്തിരിക്കുക. പിന്നെ അതുപോലെ നമുക്ക് ഇപ്പൊ നമ്മൾ വിചാരിക്കും ദൈവം നമ്മളെ ഇങ്ങനെ ശിക്ഷിച്ചല്ലോ എന്നൊക്കെ ചിലപ്പോൾ വിചാരിക്കും. പക്ഷെ അത് നമ്മുടെ മഹത്വത്തിന് വേണ്ടി, ഈശോയുടെ മഹത്വത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ മഹത്വത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉം. അവിടെ ചെന്നിട്ട് നമ്മളൊരു അക്കൗണ്ടിൽ നമ്മള് പൈസ നിക്ഷേപിച്ച പോലെയാണ് നമ്മുടെ അതെ, സഹനങ്ങൾ അതെ, അവിടെ അതെ. ഉം, അവിടെ നിക്ഷേപിക്കുന്നത്. അപ്പൊ ആ ഉം, സഹനങ്ങളൊക്കെ ഈശോയുടെ കുറ്റന്റെ കീഴിൽ കാഴ്ചവെച്ച് ഉം. മറ്റുള്ളവരുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടും നമുക്കത് കാഴ്ചവെക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് പറയുന്നത്, നമ്മളല്ല നമ്മളെ തന്നെ തെരഞ്ഞെടുത്ത് ദൈവസന്നിധിയിലാക്കിയത്. ദൈവം നമ്മളെ തെരഞ്ഞെടുത്ത് അവിടുന്ന്. നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, അത് സോഫി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിലോട്ട് വന്നൊരു പോയിന്റാണ്, അതായത് ഒരു തോട്ടാണ്. അത് ഇതാണ്, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. പരസ്പരം കണ്ടിട്ടില്ലാത്ത കുറേ പേരിരുന്ന് അവനവൻ്റെ കഥകളെല്ലാം പറയുന്നു. ഇപ്പം നമ്മളെല്ലാം ഓരോ കോണ്ടിനെന്റിലാണ് ഇരിക്കുന്നത്. ദീപ്തി ഒരാൾ കാനഡയിൽ നിന്ന് കയറിയിരിക്കുന്നു, ലാലി ഒരാൾ ന്യൂസിലാൻഡിൽ നിന്ന് കയറിയിരിക്കുന്നു, ബാക്കിയുള്ളവരൊക്കെ ഒരാൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് കയറിയിരിക്കുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അമേരിക്കയിൽ നിന്ന് കയറിയിരിക്കുന്നു, മേഴ്സി. അപ്പം എല്ലാവരും കൂടെ ചേർന്ന് ദൈവം ഹാൻഡ് പിക്ഡ് എന്ന് പറയാൻ പറ്റും നമ്മളെക്കുറിച്ച്. നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ച് ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഹാൻഡ് പിക്ഡ്. നിങ്ങളുടെ ദേശത്ത് വലിയ റിവൈവൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത്, നിങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന മുഖാന്തരം. ഹല്ലേലൂയ. അല്ലെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അങ്ങനെ ഞാൻ പറയുന്ന കണക്ക് നിങ്ങൾക്ക് എഗ്രി ചെയ്യാൻ പറ്റുന്നുണ്ടോ? തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഹാൻഡ് പിക്ഡ് ആണ്. കൈയും കൊണ്ട് തെരഞ്ഞ് പെറുക്കി കൊണ്ടുവന്ന് എടുത്തുകൊണ്ട് വന്ന എസൻസ് ആണ്. അതാണത്. ഈ ഒരു മിഡ് നൈറ്റ് പ്രയർ ഗ്രൂപ്പിലെ ഓരോ വ്യക്തിയും അത്രമാത്രം സബ്സ്റ്റൻസ് ഉള്ള ആൾക്കാരാണ് ദൈവത്തിൽ. ഹല്ലേലൂയ. വോയിഡ് ആയിട്ടുള്ള ആൾക്കാരല്ല, എം ടി ആയിട്ടുള്ള ആൾക്കാരല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറഞ്ഞു. അടുത്ത ആരാ? ലാലി. തെരഞ്ഞെടുക്കപ്പെട്ടവര് കടന്നു പോകേണ്ട ഓരോ സഹനങ്ങളെ കുറിച്ച്. അപ്പൊ അത് ആ സഹനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ പിശാചിനെ പരീക്ഷിക്കപ്പെടുമ്പോൾ കർത്താവില് നമ്മുടെ ആശ്രയം ഒന്നുകൂടി കൂടാ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒന്നുകൂടിയും അനുഗ്രഹിക്കപ്പെടുന്നു. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവാണ് മറ്റുള്ളവര് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. അതൊരു പോയിന്റ് ആണല്ലേ. ചെല്ലുമ്പം നമ്മുടെ കർത്താവ് മറ്റുള്ളവരുടെ മേലെ ശിക്ഷയ്ക്ക് വേണ്ടി കൈകൾ ഉയർത്തുന്ന കൈകളെ പോലും ബന്ധിക്കുന്നു എന്നുള്ളത് എന്തോ ഒരു വലിയൊരു ബോധ്യമായിരുന്നു. അത് സെയിന്റ് ഫൗസ്റ്റിനോട് ഡയറിയിൽ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു പ്രാർത്ഥന ചെല്ലുമ്പം നിങ്ങൾ അർഹിക്കപ്പെടുന്ന ആ പണിഷ്മെന്റ്, അല്ലാണ്ട് ദൈവം എന്തായാലും തീരുമാനിച്ച് നമ്മളെ പർട്ടിക്കുലർലി പണിഷ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചൊന്നും അല്ലല്ലോ ദൈവമായിരിക്കും. നമ്മൾ ചെയ്ത പാപത്തിൻ്റെ, നമ്മളെന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ അല്ല, ലോകം. ഇപ്പം നോഹയുടെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായത് ഒരാൾ ചെയ്ത പാപമല്ലല്ലോ. സോദോം ഗൊമോറ അഗ്നിയും ഗന്ധകം ഇറക്കിയത് ഒരാളുടെ പാപമല്ലായിരുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പം അതാണ് അത്ര ശക്തിയുള്ള ഒരു പ്രാർത്ഥനയാണ്. അപ്പം അത് 10 പേരെ കൂട്ടിയാൽ എന്നോട് ചേർത്താൽ വലിയ സന്തോഷം തന്നെയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്,
നമ്മളെ മാനസികമായിട്ട് ഒരു രീതിയിൽ നിങ്ങൾ തളരരുത്. മാനസികമായിട്ടും ശാരീരികമായിട്ടും തളരരുത്. മാനസികമായിട്ട് തളർന്നു കഴിയുമ്പോൾ അവർക്ക് ഫിസിക്കലി അറ്റാക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഒരിക്കലും നമ്മളെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളുണ്ടാകരുതെന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പം എന്നിട്ട് അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം കൂടെ പറഞ്ഞു. അച്ഛൻ എക്സോർസിസം ചെയ്യുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അച്ഛനും അത് പറഞ്ഞായിരുന്നല്ലോ. അപ്പം അച്ഛൻ പറഞ്ഞത് പലപ്പോഴും കണ്ടിട്ടുള്ളത് വിശുദ്ധ ലിഖിതത്തിൽ പറഞ്ഞിട്ടുള്ളതും ഇപ്പം ഈശോ ഡെലിവറൻസ് ചെയ്തിട്ടുള്ളപ്പോൾ എന്തെങ്കിലും സൈൻ തന്നിട്ടാണ് പിശാചുക്കൾ വിട്ടുപോകുന്നത്. അതെനിക്കും ഒരച്ഛൻ എങ്ങാണ്ട് നോർത്തിലെങ്ങാണ്ട് ധ്യാനത്തിന് പോയിട്ട് അവിടെ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഇതുപോലെ തന്നെ ഫിസിക്കലി പൈശാചികമായിട്ടുള്ള അറ്റാക്ക് ഉണ്ടാകുന്ന ആൾക്കാരാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ എന്ത് വന്നാലും പ്രാർത്ഥനയിൽ നിന്ന് വിട്ടു നിൽക്കരുത്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം ഇവർ കുടുംബ പ്രാർത്ഥനയ്ക്ക് എങ്ങാണ്ടിരിക്കുമ്പോൾ അടുക്കള ഭാഗത്തിൽ കൂടെ ഒരു പാമ്പ് കയറി വന്ന് പിന്നെ ആ ഇളയ കുട്ടിയെ കടിച്ച്. അതിനേതാണ്ട് 6 വയസ്സ്, അങ്ങനെ ചെറിയൊരു കുഞ്ഞായിരുന്നു. അതിനെ കടിച്ച് അച്ഛനെ വിളിച്ച് പറഞ്ഞു. അപ്പം അച്ഛൻ ഇവരുടെ പ്രശ്നം അറിയുന്നുണ്ട്, വേഗം തന്നെ ഫോൺ എടുത്തു. അച്ഛൻ പറഞ്ഞ് ആശുപത്രി കൊണ്ടുപോയിക്കോ, പക്ഷേ ഒന്നും സംഭവിക്കില്ല, ഇവിടെ നിന്നുള്ള സംഭവം ഉള്ളതിൻ്റെ തെളിവാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കൊച്ചു രക്ഷപ്പെട്ടു. അപ്പം അച്ഛൻ്റെ ഒരു ടോക്ക് എവിടെയോ ഞാൻ കേട്ടതാണ്, ഏതച്ഛനാണെന്ന് ഇപ്പോൾ ഓർക്കുന്നില്ല. പക്ഷേ കേട്ട ടോക്കിൻ്റെ എസൻസ് എൻ്റെ മനസ്സിലിരിക്കുന്നുണ്ടായി അത്. അപ്പോൾ അതാണ് എന്തെങ്കിലും ഇപ്പം എന്താണ് അതിൻ്റെ പേര്, ഈശോ ഒരു എപ്പോഴും തന്നെ ചങ്ങലക്കിട്ട് വെച്ചിരുന്ന ഒരാൾ മേലെല്ലാം കല്ലുകൊണ്ട് മുറുക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആൾ. അപ്പോൾ അതുങ്ങൾ ഒരു ലീജൻ ആണെന്ന് പറയുന്നുണ്ട്. ഇറങ്ങിയപ്പോഴത്തേക്ക് 12,000 പന്നികളുടെ മേളിൽ കയറിയെന്ന് മാത്രമല്ല, എന്നിട്ട് അവിടെ ജീവിക്കുകയല്ല. പന്നികൾ പറഞ്ഞത് ഇതാണ് പോലും, അത് ഞാൻ കേട്ടിട്ടുള്ളത്. പന്നിയാണ് ഇങ്ങനെയുള്ള ചേർത്താൻ കയറിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കുക പോലും വേണ്ടാന്നും പറഞ്ഞാണ് കടലിൽ ചാടിച്ചെത്താൻ. മനസ്സിലായോ നമുക്ക്? അങ്ങനെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പം അതാണ് ലാലി പോയിന്റ്. കാരണം ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ വരുമ്പോൾ അത് ഷുവർ അറ്റസ്റ്റേഷനാണ് നിന്നെ വിളിച്ചതാണെന്ന്. ഓരോ വ്യക്തിയോടും ഞാനീ പറയുന്നത് വിളിച്ചതാണെന്ന്. പ്രശ്നങ്ങൾ ഇപ്പം ജിപ്സി ജോലിയില്ലാണ്ട് 2 വർഷം എത്ര പരിഹാസപാത്രമായിരുന്നു. ഭർത്താവ് പള്ളി ചെന്നാൽ വർത്താനം പറയാൻ താല്പര്യമില്ല, മറ്റുള്ളവർക്ക് മുഖം കൊടുക്കാൻ താല്പര്യമില്ല. ചോദ്യമല്ല എന്നാ ഇപ്പോൾ കല്യാണം കഴിച്ച കൊച്ചങ്ങളില്ല, നമ്മളെ മലയാളി കൊച്ചുണ്ടായില്ലേ 2 വർഷം, ഇപ്പം എത്ര നാളാണ് കല്യാണം കഴിഞ്ഞ് 2 വർഷമായില്ലേ, അയ്യോ ഇതുവരെ അതെന്നാ കൊച്ചങ്ങളുണ്ടാകാൻ. ഇതൊക്കെ തമ്പുരാൻ്റെ കയ്യിലിരിക്കും. നമ്മുടെ ആൾക്കാർ, ചില ആൾക്കാർ, ഞാൻ ഈ ഇരട്ടപ്പിള്ളേർക്ക് 2 പേർക്കും കൊച്ചങ്ങളില്ലാഞ്ഞിട്ട് ഇന്ത്യ അവിടെ ഇംഗ്ലണ്ടിലെ കാര്യം പറഞ്ഞപ്പോൾ അവർ പറയാം, എന്നോട് പറഞ്ഞ ചേച്ചി ഇപ്പം നാട്ടിൽ നിന്ന് കോള് വന്നാൽ എടുക്കാൻ തന്നെ പേടിയാണ്. ആദ്യത്തെ ചോദ്യം അമ്മയുടെ ആയിക്കോട്ടെ, അപ്പൻ്റെ ആയിക്കോട്ടെ, ആൻറ്റിമാരുടെ ആയിക്കോട്ടെ, ഇത് തന്നെ സംഭവം. അപ്പം അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുള്ള വ്യക്തികളുണ്ട്. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ച് 2 പേരും ഗർഭിണികളായി, പ്രിയമുള്ളവരെ. 2 ഇരട്ട പിള്ളേരെ കല്യാണം കഴിച്ച്. ആണുങ്ങളും ഇരട്ടകളായിരുന്നു, പെണ്ണുങ്ങളും ഇരട്ടകളായിരുന്നു. അങ്ങനെ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രശ്നം ഒരു കാരണമില്ലാണ്ട് നീ പീഡിപ്പിക്കപ്പെടുകയാണോ, കൊളീഗ്സ് അല്ലെങ്കിൽ ജോലിയിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വിചാരിച്ചാലും പറയാം ദൈവം തിരഞ്ഞെടുത്തെന്നുള്ളത് പിശാച് മനസ്സിലാക്കി അങ്ങോട്ട് അവരുടെ മേത്തോട്ട് കയറി നമ്മളെ സഹായിക്കാനായിട്ട്. അത്രേ ഉള്ളൂ കാര്യം. ഹല്ലേലൂയ അല്ലേ? ഇന്നത്തെ ടോക്ക് പല കാര്യങ്ങളെ പറ്റിയും പറഞ്ഞു. എന്താണേലും നമ്മുടെ ഈ ഗ്രൂപ്പ് ദൈവം പ്രത്യേകമായി ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ് ഈ ഗ്രൂപ്പ്. അത് ആദ്യം സിസ്റ്ററിനെ തിരഞ്ഞെടുത്തു. സിസ്റ്ററിനോട് ഒത്തിരി ആത്മാക്കളെ നേടാനുള്ള ദൈവത്തിന്റെ ഒരു വലിയൊരു പദ്ധതി. ആലെ കേൾക്കുന്നുണ്ടായല്ലോ അച്ഛൻ എൻ്റെ മേളില് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമ്പോ അല്ലേ, മുന്നോട്ട് ഒത്തിരി പേരെ ആത്മാക്കള് ഞാൻ പോയിട്ട് വിശ്വാസം ഇല്ലാത്തവർക്ക് വിശ്വാസം കൊടുക്കുന്നു, മാനസാന്തരം ഇല്ല, അതൊക്കെ കേട്ടായിരുന്നല്ലോ അല്ലേ? അതെ അതെ, ഒത്തിരി മാനസാന്തരം ഉണ്ടാവും, ഒത്തിരി ആത്മാക്കളെ നേടും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതാണ് ഒരു വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ്. ഇനി ഒത്തിരി ആത്മാക്കളെ ഇതുവരെ കുറെ നേടി, ഇനിയും ഒത്തിരി ആത്മാക്കളെ നേടാനുണ്ട്. അത് സിസ്റ്ററുടെ മാത്രമല്ല, സിസ്റ്ററിന്റെ മകളിലൂടെയും അത് നടക്കും. അതുപോലെ ഹസ്ബൻഡും അതുപോലെ ഇതിലേക്ക് വിശ്വാസത്തിലേക്ക് വരും. നിങ്ങൾ 3 പേരും കൂടെ ഒരു ശുശ്രൂഷയുടെ ഭാഗമാകും. അത് സമീപകാലത്ത് തന്നെ സംഭവിക്കും. അത് അപ്പൊ ഞാൻ ഈ ഗ്രൂപ്പും അത് തന്നെ സിസ്റ്ററിന് ഒത്തിരി സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ദൈവം മുൻകൂട്ടി ദൈവത്തിന് അറിയാലോ. ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെയും അറിയാതെയും ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ അതിനുവേണ്ടി ഇതൊക്കെ മുൻകൂട്ടിയാണ് ഈ ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആൾക്കാരെയൊക്കെ കൂട്ടി
ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതും ഓരോ കാര്യങ്ങൾ ഇപ്പം പുറകോട്ട് ചിന്തിച്ച് നോക്കി 5-6 മാസത്തെ കാര്യങ്ങൾ ഒന്ന് ആലോചിച്ചാൽ അറിയാം. എല്ലാം അത് ഓരോന്നോരോന്നായിട്ട് പ്ലാൻ ചെയ്താണ്. അതിപ്പോ ഈ അവസാനം ഈ അച്ഛൻ വന്നത് തന്നെ. അതെ അതെ, അച്ഛൻ എന്നോട് പറയാം, ഞാൻ വീട്ടിൽ വന്ന് കുർബാനയില്ല, ഞാൻ തന്നെ അന്തം പെട്ടിരിക്കുകയാണ്. അപ്പൊ കർത്താവ് വിചാരിച്ചു ഇത് നിങ്ങളും മനസ്സിലാക്കണം, എന്റെ ഹൃദയത്തിന്റെ ആനന്ദം. ഇവള് പുറത്തേക്ക് പോകുന്നില്ല, എന്നാ പിന്നെ ഇനി ഞാൻ തന്നെ, ഇവള് കുർബാനയ്ക്ക് വരുന്നില്ല, ഞാൻ തന്നെ അങ്ങോട്ട് പോയേക്കാം. അച്ഛനത് അറിയുകയും ചെയ്തല്ലോ, അങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് ഈശോ ഇങ്ങോട്ട് തന്നെ വന്നു, വീട്ടിലേക്ക് തന്നെ വന്നു. Praise the Lord. ഇത്രയും നിവൃത്തിയില്ലാത്തവനാണ് കുർബാന മുടക്കി അങ്ങനെ വീട്ടിലിരിക്കുന്നവരെ വഴിയില്ലാത്ത ഈശോയ്ക്ക് അറിയാലോ. അപ്പൊ അത് അതിന് പിന്നെ ക്രിസ്മസിന് മുന്നേ ഒരു കുർബാനയെങ്കിലും സ്വീകരിക്കണം. എല്ലാം തക്ക സമയത്ത് ചെയ്തെന്നുള്ളതാ ദൈവം. അയ്യോ, എന്തുമാത്രം നമ്മുടെ കാര്യത്തിൽ തൽപരനാണെന്നുള്ളതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം മക്കള് ദൈവത്തിന്റെ ദാനമാണ്. അപ്പം നമ്മളുടെ കായിലും ശ്രദ്ധ ദൈവത്തിനുണ്ട് അവരുടെ മേലെ, തീർച്ചയായിട്ടും ഉത്തരവാദിത്വം. നമ്മൾ അതെ, നമ്മളിങ്ങനെ അങ്ങനെ തരുമോ, നമ്മള് മാതാപിതാക്കളായതുകൊണ്ട് നമ്മൾ മനുഷ്യരായതുകൊണ്ട് അങ്ങനെ ചിന്തിക്കും. പക്ഷെ അത് നമ്മൾ പൂർണ്ണമായിട്ട് അങ്ങ് വിട്ടുകൊടുക്കണം. മാതാവ് പറഞ്ഞതുപോലെ ഇത് ദൈവത്തിന്റെ ഹിതമാകട്ടെ എന്ന് വിചാരിച്ച് നമ്മളങ്ങ് സമർപ്പിക്കണം. അത് ബുദ്ധിമുട്ടാണത്, അതൊത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ ശ്രമിക്കുക, അതേ ഉള്ളൂ ചെയ്യാന്. അത് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. ഒത്തിരി ആത്മാക്കളെ ഇനി നേടും. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ലോർഡ്. ഓക്കെ ദീപ്തി, പറഞ്ഞോളൂ, എന്തായാലും പറയാൻ പറ്റുമോ? സുഖക്കേടൊക്കെ മാറിയോ, അതോ ഇപ്പോഴും വിഷമാണോ? മാറി. ഓക്കെ ഓക്കെ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു. ഞാൻ ടോക്ക് കേട്ടോടുമ്പോ തന്നെ പറയാൻ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ദൈവം ആകർഷിച്ച് കാണുന്നവര് അത് കേൾക്കാൻ പറ്റും, യൂട്യൂബിൽ വാച്ച് ചെയ്യുന്നുള്ളത്. അപ്പം രാവിലെ ആകർഷിക്കുന്നത് ആരും തന്നെ അല്ലാതെ ആരും അതിലേക്ക് വരുന്നില്ല. അപ്പം ദൈവം ആകർഷിച്ചിട്ടുള്ളവർ തന്നെ കാണുന്നവരുണ്ട്. പങ്കെടുക്കാൻ കിട്ടിയത് തന്നെ എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നത്. അതേപോലെ സിസ്റ്ററിന്റെ സഹനം പറയുമ്പോൾ അതിന്റെ ഉള്ളിൽ എപ്പോഴും തോന്നാറ് ഒരു വലിയൊരു പദ്ധതി ദൈവത്തിന് ഇപ്പൊ ഇന്നലെ ഉണ്ട്. ഇങ്ങനെ വചനം ഇപ്പൊ വരാറ്, ഗോതമ്പ് മണി നിലത്ത് വളരെയധികം ഫലപ്രദം. ഇപ്പൊ എന്തോ ദൈവത്തിന് വലിയൊരു പദ്ധതി ക്രിസ്തുവിലൂടെ നിർത്താനുള്ള കൂടുതൽ നമ്മളെല്ലാവരും ചേർന്ന് ആ പദ്ധതി ദൈവ സന്നിധിയിൽ നിന്ന് ഏറ്റെടുത്ത് നടപ്പിലാക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊക്കെ അതിന്റെ ഭാഗഭാക്കുകളായിരിക്കുമല്ലോ. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഈ പ്രശ്നങ്ങൾ എനിക്കിങ്ങനെ പെട്ടെന്ന് ഞാൻ ഡൗണായി പോവാറുണ്ട്. എന്തെങ്കിലുമൊക്കെ ചിന്ത മാനസികമായി ഡൗണായി പോകുമ്പോ ഒരു 2 ആഴ്ചയുടെ മുകളിലേക്കൊക്കെ നിൽക്കാൻ തുടങ്ങുമ്പോഴേക്കും മനസ്സിലാവും പിശാചിന്റെ ഒരു പീഡനം മനസ്സിലായ. പിന്നെ അപ്പൊ എനിക്ക് ഈ പറഞ്ഞ കുർബാന പങ്കെടുക്കാൻ പറ്റുന്നില്ല. അവർ പറ്റാണെങ്കിൽ പോയി അല്ലെങ്കിൽ അഡോറേഷൻ ഓൺലൈനിലായില്ല ഇരിക്കാൻ നോക്കും. അതുപോലെ കൊന്തയും കുരിശിന്റെ വഴി കരണക്കൊന്ത, ഇതാണ് സ്ഥിരം ഇങ്ങനെ ചെല്ലണത്. എല്ലാം നല്ല ശക്തിയുള്ളത് തന്നെയാണ്. കാരണം ദൈവത്തിന്റെ ആ പീഡാനുഭവം ആണല്ലോ. അതിനെ കുറിച്ച് നാളെ ഞാൻ പറയാം. ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയും ഈ കർണക്കൊന്തയും തമ്മിലുള്ള അടുപ്പം, അതിന്റെ സിമിലാരിറ്റി ഞാൻ നാളെ പറയാം. അന്ന് ഓർപ്പിച്ചാൽ മതി നാളെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓക്കെ ജിത്സി, പറഞ്ഞു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് പ്രണമിക്കുന്നു. അതെ, അപ്പൊ അതുപോലെ സിസ്റ്റർ ദൈവത്തെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. സിസ്റ്ററിനെ ദൈവവും അതുപോലെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ഈ കടന്നു പോകുന്ന എല്ലാ സാധനങ്ങളും എല്ലാം അതിന്റെ അത്രയും മഹത്വം അതിൽ നിന്ന് നേടാനുണ്ട്. ഈശോയെ പ്രതി ഒരുപാട് ആത്മാക്കളെ നേടാനും അതിനു വേണ്ടിയുള്ള ഒരു ചെറിയ കാലയളവില് ചെറിയ കാലയളവില് വലിയ ദുഃഖങ്ങള് സഹിക്കാനുള്ള കൃപയും അതിനുള്ളതെല്ലാം ഈശോ തരുന്നുണ്ട്. വല്ലാണ്ട് വിഷമിക്കുന്ന സാഹചര്യങ്ങളുണ്ട്, അത് നമുക്കറിയാം. എന്നാലും ഈശോ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ടല്ലോ. ഈശോ കൈ ഇപ്പോഴും ഒരു കൈ തീർച്ചയായിട്ടും. അതെ അതെ, തീർച്ചയായിട്ടും. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഓരോരുത്തർ രാവിലെ ആലയമായിട്ടൊക്കെ സംസാരിക്കുമ്പം അത് ഒരു ജോസ്പിന എന്നുള്ള ഒരു മനുഷ്യത്തെയാണ്, ഒരു പച്ച മനുഷ്യത്തി, ജഡമാംസ രക്തങ്ങളോട് കൂടിയ വെറും ഒരു പുല്ല് മനുഷ്യത്തി. വൈകുന്നേരം ഇവിടെ ക്ലാസ്സിന് ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ മൊത്തം മാറുന്നു. അത് ചില സമയത്ത് എനിക്ക് തന്നെ മനസ്സിലാകും ഇത് എവിടുന്ന് വന്നു ഞാൻ ചിന്തിക്കുന്നു. ഹല്ലേലൂയ.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വഴി നടത്തുന്നുണ്ട് ദൈവം തിരിച്ച്. ഇറങ്ങുവാണ്. അതെ, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നുണ്ട്. ആവശ്യമുള്ള സമയങ്ങളില് അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്നുണ്ട്. ഈശോയ്ക്ക് വേണ്ടി സംസാരിക്കാനായിട്ടുള്ള കൃപകളാൽ നിറയ്ക്കുന്നുണ്ട്. ഇനി ഒരുപാട് ആത്മാക്കളെ നേടാനുള്ളതാണ്. അതിനുള്ള കൃപ ഇനിയും ഈശോ വർഷിക്കാനായിട്ട് ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. ആമേൻ ആമേൻ. അതുകൊണ്ടാണ് ഇതുവരെ നിലനിന്നത് തന്നെ, അല്ലേ വല്ലതൊക്കെ പറ്റിപ്പോയത്. മേഴ്സി പുത്തമ്പുര പറഞ്ഞോളൂ. പറ്റുമോ? ജോലിയാണോ? ഞാന് കുറച്ച് മുമ്പ് കയറി സിസ്റ്റർ എല്ലാരും പറഞ്ഞു കേട്ടിട്ട്, അതായത് പച്ചിത്താണാൻ നയിക്കപ്പെടുന്നതും സിസ്റ്ററിന്റെ സഹനത്തിലൂടെ ഒരുപാട് ആൾക്കാരെ നേടുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ ദൈവം തെരഞ്ഞെടുത്ത ഒരു ഗ്രൂപ്പാണല്ലോ സിസ്റ്ററുടെ സഹനത്തിലൂടെ. അതൊത്തിരി സന്തോഷം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതൊരു പുതിയ ബോധ്യമായിരുന്നു. ഇങ്ങനെ ദൈവത്തിന് നമ്മളീ കരുണക്കൊമ്പ് ചെല്ലുമ്പോഴത്തേക്ക് ദൈവത്തിന്റെ കൈ കെട്ടിയിടുന്നുള്ളത്. അതെ അതെ. അപ്പൊ നമ്മൾ 10 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരാളുടെ കുടുംബത്തെ ആത്മാക്കളെ രക്ഷിക്കാൻ അതാണ്. അതൊക്കെ എനിക്കും വലിയൊരു, കാരണം ഇങ്ങനെ ഈശോയെ കെട്ടിയിടാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയുണ്ടോ? അതാണ് കരുണക്കൊന്ത. ഓക്കെ. അപ്പൊ ഈ ഒരു ബോധ്യം നിൽക്കുന്നതിന്റെ വായിൽ കൂടെ അതല്ലേ പറഞ്ഞ, ഞാനല്ല ഇതൊന്നും പറയാനായിട്ട് ഉദ്ദേശം കൊണ്ടും അല്ല വരുന്നത്. ഞാൻ വേറൊരു സബ്ജക്റ്റ് ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ ഇങ്ങനെയാണ് പറയാൻ ദൈവം തിരഞ്ഞെടുത്തത്. നമുക്ക് ദൈവത്തിന്റെ നാമം എപ്പോഴും ഉയർന്നിരിക്കട്ടെ. നമ്മൾക്ക് മറ്റ് പ്രാർത്ഥനയിലോട്ട് കടക്കാം. ആരാണ് എന്നെ ഒന്ന് അറിയിച്ചേ? ഏത് രാജ്യത്തിന് വേണ്ടി എന്ന് പ്രാർത്ഥിക്കാനുള്ളത്? പ്രൈസ് ദി ലോർഡ്. ആമേൻ ആമേൻ ആമേൻ. അപ്പൊ ഇന്നത്തെ എന്താണ്, ആർക്കാണ് പറയാനുള്ളത്? അല്ലെ മാത്രമേ ഉള്ളല്ലേ? വേറെ ആരും ഇല്ലല്ലോ? സിജി ഇല്ല, ആരും ഇല്ല. ഓക്കെ, പറഞ്ഞു. അല്ലെ ഇന്ന് കിട്ടിയ എന്താണ് ദർശനങ്ങൾ കിട്ടിയത് ഒന്ന് പറഞ്ഞു, എന്നിട്ട് അച്ഛൻ നിങ്ങളെ അനുഗ്രഹിക്കും. ആമേൻ ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ സാന്നിധ്യം ഉണ്ടായിരുന്നു സിസ്റ്ററിന്റെ ടോക്കിന്റെ സമയത്ത്. അതുപോലെ റൂമിൽ വിശുദ്ധ മിഖായേലിനെ കണ്ടു. അതുപോലെ തീക്കുടുംബം കണ്ടു എന്ന്. പിന്നെ ബർത്ത്ഡേ ലോങ്കയോട് പ്രാർത്ഥിച്ച സമയത്ത് കുറെ ശുദ്ധീകരണ സുഖത്തിലേക്ക് കയറി പോകുന്ന കണ്ടു. പിന്നെ ആരാധനയുടെ സമയത്ത് ഇങ്ങനെ ഒരു വഞ്ചിയില് ഇങ്ങനെ ഈശോയും ശിഷ്യന്മാരും കൂടെ പോകുമ്പം മീൻ പിടിക്കുന്നത് ആണ് കണ്ടത്. വല നിറച്ച മീന്. അതിങ്ങനെ ഈശോ പറഞ്ഞ വലതുഭാഗത്തേക്ക് ഇടാൻ പറഞ്ഞ അതാണെന്ന് തോന്നുന്നു. എന്നിട്ട് 2-3 പേര് അല്ല, അത് ഇടാൻ പറയുമ്പോഴത്തേക്ക് ഈശോ വഞ്ചിയിലില്ല. ഇടാൻ പറയുമ്പോ ഈശോ വഞ്ചിയിലില്ല. അല്ലാതെ ഒരു 3 പേര് വലിച്ചു കയറ്റുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ 3 പേരെ തയ്യാറായി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ ആമേൻ ആമേൻ. പിന്നെ കരുണക്കൊന്ത ചെല്ലിയ സമയത്ത് ഇങ്ങനെ കുരിശിൽ കിടക്കുന്ന ഈശോ, എന്നിട്ട് ഈശോയുടെ നെറ്റിന്ന് രക്തം തുള്ളിയായിട്ട് അങ്ങനെ വീഴുന്ന ആയിട്ട് കണ്ടു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പിന്നെ വിസ്ത ഫൗസ്റ്റീനാമയും വിസ്ത യൂക്രാസമയും കണ്ടിരുന്നു. വിസ്ത അൽഫോൻസാമയും ഒരു 3 പേരെയും കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് നന്ദി പറയാനുള്ളത് ആർക്കൊക്കെയാണ്? നമുക്ക് ആദ്യം തന്നെ ഈ ദർശനം കൊടുത്ത പരിശുദ്ധാത്മാവിന് നന്ദി പറയാം. കുരിശിൽ കിടക്കുന്ന ഈശോ, നെറ്റിയിൽ നിന്ന് രക്തം ഒഴുകുന്ന ആ രക്തം ധാരാളം നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ച ബൊളീവിയ എന്ന് പറഞ്ഞ രാജ്യത്തിലെ ആൾക്കാരുടെ മേലിലോട്ട് വീഴാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വിസ്ത അൽഫോൻസമ്മ, എഫ്രേസ്യമ്മ, വിസ്ത ഫൗസ്റ്റീന, ഇവരെ ഓർത്ത് നന്ദി പറയാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ആ ബൊളീവിയയുടെ കാര്യം പറഞ്ഞപ്പോൾ അതേ ചേർത്താൻ ഇവിടെ ഇരുന്ന് ഒരു ചൂളംവിളി വിളിച്ചു കേട്ടോ. ബൊളീവിയയ്ക്ക് വേണ്ടി ഈ തിരുരക്തം ആലെ കണ്ടല്ലോ, ആ ദർശനം. ഞാൻ പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? ബൊളീവിയയ്ക്ക് വേണ്ടി ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ട് അവരുടെ മേളിൽ വീഴട്ടെ എന്ന്. എന്നാ ഇപ്പം വീഴ്ത്തിച്ച് കാണിക്കാടി എന്നാ പിശാച് പറയുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ വിശുദ്ധ മിഖായേൽ തീർച്ചയായിട്ടും എന്നോട് കൂടെ ഉണ്ട്. എല്ലാവരും, അച്ഛനും ഇന്നലെ വന്നപ്പോഴും പറഞ്ഞ എവിടെയും കാണാത്ത പ്രസൻസ് ആണ് മാലാഖമാരുടേത് ഇവിടെ ഉള്ളത്. ആ മറ്റേ ബ്രദർ, ഞാനും ആലയും കൂടെ പ്രാർത്ഥിച്ചപ്പം ആ ബ്രദർ പറഞ്ഞു വിശുദ്ധ മിഖായേലും വിശുദ്ധ റാഫേലും ഇവിടെ ഉണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ സൂക്കേട് കൊണ്ടുവന്ന് തരാനായിട്ട് ഇങ്ങനെ പിശാചുക്കളാ നമ്മളെ തളർത്തി കളയണം എന്നുള്ള, എവിടെയെങ്കിലും ഇരുത്തണം, ശുശ്രൂഷ ചെയ്യരുത്, മിണ്ടരുത്, നമ്മളെവിടെയെങ്കിലും കിടത്തണം, ഇതൊക്കെയാണ് ഉദ്ദേശം. അതുകൊണ്ടായിരിക്കും മിസ്റ്റർ റാഫേലുള്ളത്. ഹെൽത്തിന്റെ ആളാണല്ലോ, ഹീലിങ്ങിന്റെ ആളാണല്ലോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അച്ഛാ വെൽക്കം ബാക്ക്.
ഒരു ദിവസം അച്ഛൻ മാറി നിന്നത് ഞങ്ങൾക്കെല്ലാം അനുഗ്രഹം തരാനായിട്ട് അച്ഛൻ തയ്യാറായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും അച്ഛനെ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെ പറഞ്ഞോ. ലാലി മാത്തച്ഛൻ പറഞ്ഞു ഞാനൊന്നും മിണ്ടിയില്ല. ആരും മിണ്ടിയില്ല. അച്ഛൻ ഇങ്ങോട്ട് മിണ്ടി. നമ്മളത് കേട്ടതേ ഉള്ളൂ. ആർക്കും മിണ്ടാനുള്ള ഒരു സമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇല്ലായിരുന്നു. 2 ദിവസം അല്ലേ അച്ഛൻ? പറഞ്ഞോളൂ അച്ഛൻ. അച്ഛന് ഞങ്ങൾക്ക് എന്തെങ്കിലും സന്ദേശം തരാനുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഞങ്ങൾ ആരും തിരക്കിലല്ല. ഇന്ന് ശനിയാഴ്ചയാണ്. അതെ, ഉം. തീർച്ചയായിട്ടും ഒത്തിരിയേറെ സന്തോഷമുണ്ട്. നമുക്ക് പറഞ്ഞതുപോലെ എല്ലാരെയും ഒന്നും എനിക്ക് പരിചയപ്പെടാനൊന്നും പറ്റിയില്ല. ഉം. എന്നാലും ജോസഫീന സിസ്റ്റർ പറഞ്ഞ ആ ഒരു അറിവിൽ നിന്ന് എനിക്ക് തീർച്ചയായിട്ടും എല്ലാവരെയും പരിചയപ്പെടാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഉം. ഒന്ന് നമുക്ക് പതിയെ പരിചയപ്പെടാം എല്ലാവർക്കും. ഉം. ഒത്തിരി അഭിഷേകം നിറഞ്ഞ ദിവസങ്ങളായിരുന്നു ശരിക്കും. ഞാന് ജോസഫീന സിസ്റ്ററിന്റെ കൂടെ അവിടെ ഉണ്ടായിരുന്ന അവസരങ്ങളില് ഒത്തിരി അഭിഷേകങ്ങൾ നിറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എവിടെയാണ് പ്രാർത്ഥന അതിശക്തമായിട്ട് കൂടുന്നത് അവിടെ പിശാചിന്റെ ശല്യം അതിനെക്കാട്ടിൽ ഇരട്ടിക്കുണ്ടാവും. അവനിങ്ങനെ അങ്ങനെ ഒരു അറിവ് തന്നത് നന്നായി. തകർക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ ഇപ്പോഴുണ്ടാകുന്ന ഈ ചെറിയ അനർത്ഥങ്ങളെ കുറിച്ച് ഓർക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഓരോ സപ്പോസ്റ്റലൻ പറയുന്നത് പോലെ വരാനിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. അപ്പോ കർത്താവിന്റെ ആ ഒരു അഭിഷേകത്തിന് നമ്മൾ ഇനിയിപ്പോ എന്തായിരുന്നാലും ഏറ്റവും വലിയ രക്ഷയുടെ രഹസ്യം ആസ്വദിക്കുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാകുമ്പോ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള പ്രതിഫലനങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഉണ്ടാകും. കൂട്ടലും ചീറ്റലുകളും ഒക്കെ ഉണ്ടാവും. നമ്മൾ അതൊന്നും കാര്യമാക്കുന്നില്ല. മറിച്ച് അതിന്റെ ഇരട്ടി അഭിഷേകത്തോടുകൂടെ തന്നെ നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഈ ദിവസങ്ങളിലൊക്കെ ആയിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് മക്കള് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ വിളിക്കുമ്പോൾ വീട്ടിലുണ്ടാകുന്ന അസ്വസ്ഥതകളും അലച്ചിലുകളും ഒക്കെ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട്. ഏറ്റവും അടുത്ത് സ്നേഹിക്കുന്നവരിൽ നിന്നാണ് ഏറ്റവും വലിയ തരത്തിലുള്ള ഭീകരതയും അതെ ആക്രമണങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അതൊന്നും സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് കൊണ്ടുപോകും. കാരണം നമ്മള് ഒരുപാട് ചിന്തിപ്പിക്കുന്ന ചില ക്വസ്റ്റ്യൻ ഉത്തരവൊന്നും കിട്ടത്തില്ല. എന്തുകൊണ്ട് ഞാൻ ഇത്രയധികം ഈ കുടുംബത്തിന് വേണ്ടി നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നിട്ട് എനിക്കൊന്നും ഒരിടത്ത് എത്തിപ്പെടാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ചില അലച്ചിലുകൾ നമ്മളെ എങ്ങനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോ അവിടെ എല്ലാം ദൈവത്തിന്റെ അതിശക്തമായിട്ടുള്ള ആ ഒരു ദൈവീകതയിൽ ആഴപ്പെട്ട് നിലനിന്ന് പോയാലേ പറ്റത്തുള്ളൂ. പരീക്ഷണങ്ങളെക്കാൾ ഉപരിയായിട്ട് വലിയൊരു ദൈവിക അനുഗ്രഹം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും ഈ ദിവസങ്ങളിൽ തിരുക്കുടുംബത്തിന്റെയും ഈ കാലിത്തൊഴുത്തിലുള്ള ഓരോ അംഗങ്ങളെയും കുറിച്ച് എടുത്ത് ധ്യാനിക്കേണ്ട നിമിഷങ്ങളാണ്. അപ്പൊ ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ സ്പർശിക്കുന്നതാണ് വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ ആ ഒരു മൗനം എന്ന് പറയുന്നത്. മൗനവും ഏറ്റവും കൂടുതൽ സൈലൻസിലൂടെ സംഘർഷം നിറഞ്ഞ വലിയൊരു അവസ്ഥയില് ശരിക്കും ഈ ഹെബ്രായ കല്യാണം അനുസരിച്ചാണെങ്കിൽ അവര് നിയമത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോഴത്തേക്ക് ശരിക്കും പരിശുദ്ധ അമ്മേനെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. കല്ലെറിഞ്ഞ് ആ നിയമത്തിന്റെ രീതിക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. പക്ഷെ അതേസമയം അങ്ങ് സീക്രട്ട് ആയിട്ട് അങ്ങ് ഒഴിഞ്ഞു മാറി ഓക്കെ ഞാനത് കണ്ടില്ല എന്നുള്ള രീതിക്ക് അങ്ങ് മാറാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഔസേപ്പ് പിതാവ് നടന്നത്. അപ്പോഴാണ് ശരിക്കും മാലാഹ സ്വപ്നത്തിലൂടെ വന്ന് പരിശുദ്ധാത്മാവിനാലാണ് അവൾ ഗർഭിതയായിരിക്കുന്നത് എന്നുള്ള ആ ഒരു വലിയ സന്ദേശം കൊടുക്കുന്നത്. ശരിക്കും നമ്മുടെ ജീവിതത്തിലും ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പാഠമാണ്. കാരണം ചില അവസരങ്ങളിൽ നമുക്കൊന്നും മിണ്ടാൻ പറ്റാത്ത രീതിക്ക് നമ്മളെ വായടക്കി കെട്ടിപ്പിക്കുന്ന അവസരങ്ങളിലെല്ലാം ഈ ഒരു വിവേകം നമുക്ക് ഒരല്പം മൗനം പാലിക്കുക, അല്പം ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ കർത്താവ് എനിക്ക് തരുന്ന ഒരു ഉത്തരം, ആ ഒരു അഭിഷേകം, അതാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ എല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക അനുഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ അവിടെ പ്രാർത്ഥന ശുശ്രൂഷ ചെയ്യുന്ന അവസരത്തിൽ അനേകം ആത്മാക്കള് നിങ്ങളെ തന്നെ കർത്താവ് ഉപകരണമാക്കിക്കൊണ്ട് അനേകം ഒത്തിരി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പൊ അത്രത്തോളം ദൈവം നിങ്ങളെ വീണ്ടും ഇരട്ടി അഭിഷേകത്തോടുകൂടെ നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.
ശരിക്കും ഒരുപാട് എപ്പോഴും പ്രാർത്ഥനയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. കാരണം എനിക്കത് ശുശ്രൂഷ ചെയ്യുന്ന അവസരത്തിൽ അതെല്ലാം അനുഭവപ്പെടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. കാരണം ഓരോ നിമിഷവും വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ ഉള്ളിൽ എപ്പോഴും ആ പ്രാർത്ഥനാ മലരുകൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ശരിക്കും അവിടെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നാളം നിങ്ങളുടെ മേൽ ഞങ്ങൾ അത് സ്വീകരിക്കുന്ന ഈശോയെ, ഞങ്ങളെല്ലാരും സ്വീകരിക്കുന്ന, ഞങ്ങളുടെ മേളിലത് ഈ അഭിഷേകം സ്വീകരിക്കുന്ന ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. തുടർന്നും എനിക്ക് വേണ്ടിയും ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛാ. മക്കള് നാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ വിളിക്കാറുണ്ട് ഒത്തിരി പേര്, ഒരുപാട് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട്. ഒരുപാട് മക്കൾ ഇങ്ങനെ ആത്മീയമായിട്ട് ഇങ്ങനെ ദാഹിച്ചിരിക്കുന്നു. നമുക്ക് എല്ലാവരെയും കർത്താവിന്റെ തൃക്കരങ്ങളിൽ സമർപ്പിക്കാം. ഈ പ്രാർത്ഥന ഗ്രൂപ്പിലുള്ള എല്ലാ മക്കളെയും കർത്താവിന്റെ തൃക്കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കാരണവാനായ ദൈവമേ, ഈ ശുശ്രൂഷയിൽ ഇന്നേ ദിവസം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയായിട്ട് ഇവരുടെ ജീവിതത്തെ, ഇവരുടെ പ്രാർത്ഥനയെ അങ്ങ് ഉപകരണമാക്കി വിശുദ്ധ മിഖായേലിനോട്, വിശുദ്ധ ഗബ്രിയേലിനോട്, വിശുദ്ധ റഫായേലിനോട് കൂടി ചേർന്നുകൊണ്ട്, സകല മാലാഖമാരോട് ചേർന്നുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അഗ്നി കോട്ടയാ, യേശുവിന്റെ തിരു രക്തത്തിന്റെ കോട്ടയാ ഇവർക്ക് സംരക്ഷണം അങ്ങ് നൽകി നിറയ്ക്കണമേ. ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവെ അങ്ങ് പൂർണ്ണമായിട്ട് ഒരു എപ്രകാരമാണ് ഒരു കോട്ട കെട്ടി സംരക്ഷിക്കുന്നത് പോലുള്ള അഭിഷേകത്തിന്റെ അഗ്നി ഇവരെ ഈ നിമിഷം വളയം ചെയ്യപ്പെടുന്നു. സകല വിശുദ്ധരോടുകൂടെ ചേർന്നുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടിയായിട്ട് പ്രത്യേകമാവിധം പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളെ അങ്ങ് വിശുദ്ധീകരിക്കണമേ, ഇവരായിരിക്കുന്ന ഇടങ്ങളെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഇവരുടെ ജീവിതത്തെ അങ്ങ് ഒരുക്കുമാറാകണമേ. കൗൺസിലിങ്ങിലൂടെയൊക്കെ അനേകർക്ക് അഭിഷേകം കിട്ടുന്നതായിട്ട് കർത്താവ് ഈ നിമിഷം വെളിപ്പെടുത്തുന്നു. ഈശോയുടെ തിരു രക്തത്തിന്റെ സംരക്ഷണമാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ശുശ്രൂഷയിൽ ഏറ്റവും കൂടുതലായിട്ട് ശക്തമായിട്ട് നിൽക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. കർത്താവിന്റെ കരുണ നിറങ്ങി നിൽക്കുന്നതായിട്ട് ഈശോയുടെ പീഡകളെ കുറിച്ചുള്ള ഏറ്റവും വലിയൊരു രക്ഷയുടെ അനുഭവമാണ്. ഏറ്റവും വലിയ അഴിയപ്പെടാത്ത രീതിക്ക് നിൽക്കുന്ന ചില ബന്ധനങ്ങൾ ഈശോയുടെ തിരുരക്തവും പീഡകളും കൊണ്ട് മാത്രമേ അഴിയപ്പെടുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. ആ രക്തത്തിന്റെ ശക്തി കൊണ്ട് ഒത്തിരി മക്കൾക്ക് വിടുതൽ കിട്ടുന്നുണ്ട്. മാതാവ് അവിടെ നിന്ന് ആ കുരുക്കിനെ അങ്ങ് അഴിച്ചു മാറ്റുന്നതായിട്ട് കിട്ടുന്നുണ്ട്. ഈ മക്കളെ അങ്ങ് വിശദീകരിച്ചാൽ ആശീർവദിക്കണം, സൗഖ്യം നൽകണം, സമാധാനം നൽകണം. അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് നിറയപ്പെടട്ടെ കർത്താവ്. യേശുവേ നന്ദി, യേശുവേ പലരും പരിശുദ്ധാത്മാവിനാൽ നിറയുന്നുണ്ട്. നിങ്ങൾക്ക് സ്തുതിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഓപ്പണായിട്ട് സ്തുതിച്ചോളൂ. അച്ഛൻ നിങ്ങൾക്ക് ഫൈനൽ ബ്ലെസ്സിങ് തരുന്നവരെ സ്തുതിച്ചോളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ രക്തം, 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 യേശുവിന്റെ 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 രക്തം, 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 യേശുവിന്റെ രക്തം, യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം, യേശു എന്ന നാമം, നാമം, നാമം. ഈശോ, 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 ഈശോയേ, ഈശോയേ, ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തം, 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 യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ നിമിഷം സകല പൈശാചിക ബന്ധനങ്ങൾ ആമേൻ, ആമേൻ. ഹല്ലേലൂയ, യേശുവേ, യേശുവേ, ജീസസ്. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു ഫാദർ. ഞങ്ങളുടെ പ്രാർത്ഥന ഇനി മുന്നോട്ടുള്ള മിനിസ്ട്രിയിൽ ഞങ്ങളുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും ഉണ്ട്. ഞങ്ങൾ ഗ്രൂപ്പ് എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്ത് അടുത്ത വർഷം മുതൽ അച്ഛന് വേണ്ടി ഒരു ദിവസം സമർപ്പിച്ച് ചില പ്രാർത്ഥനകൾ പരിശുദ്ധാത്മാവ് തരട്ടെ, അതനുസരിച്ച് ഞാൻ ഗ്രൂപ്പിലിടാം. അപ്പോൾ അച്ഛനും ഇവർ പ്രാർത്ഥിച്ച് മെസ്സേജുകൾ ഗ്രൂപ്പിലാണ് സാധാരണ ഇടാറുള്ളത്. അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. അച്ഛൻ ഈ ഗ്രൂപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് ഒന്നും പറയാനില്ല. അച്ഛന് വരുന്ന സന്തോഷമായോ നിങ്ങൾക്ക്? എല്ലാരും ചോദിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓക്കെ, ഓക്കെ. ജിത്സി, സോഫി, ലാലി, മേഴ്സി,
അല്ലെ ദീപ്തി, എല്ലാവർക്കും ഒരു അനുഗ്രഹമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് കൂടുതൽ അച്ഛൻ്റെ അഭിഷേകം നമ്മളിലേക്കും ഒരു പകർച്ച ഉണ്ടാവാനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ അച്ഛന് ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു ഫാദർ. ഗോഡ് ബ്ലസ് യു. ഓക്കെ.